കേരള PSC ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ കോർ സബ്ജക്ട്സ് അത് നന്നായി ഒരു ഗേറ്റ് ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഒരു യൂണിവേഴ്സിറ്റി എക്സാം നോക്കിക്കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥത്തിലുള്ളൊരു എഞ്ചിനീയറിംഗ് ലെവലിലുള്ള ഒരു ഇവാലുവേഷൻ അല്ല. ഹലോ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് അലോട്ട്മെന്റ് ഒക്കെ സമയമാണ്. കീം അലോട്ട്മെന്റിലോട്ട് നമ്മൾ എത്താൻ സമയമായി. കുസാറ്റ് അതേപോലെ മറ്റ് ഒരുപാട് സ്ഥലങ്ങളിൽ എഞ്ചിനീയറിംഗ് ഓപ്ഷൻസ് കുട്ടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ സാധ്യതകളെ സംബന്ധിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ഫവാസ് TK. അദ്ദേഹമായി മുമ്പ് നമ്മൾ മാരിടൈം യൂണിവേഴ്സിറ്റിൻ്റെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കൊൽക്കത്ത ക്യാമ്പസിൻ്റെ അസോസിയേറ്റ് പ്രൊഫസറാണ് ഡോക്ടർ ഫവാസ്. അദ്ദേഹം GEC തൃശ്ശൂരിൽ നിന്ന് BTech കംപ്ലീറ്റ് ചെയ്തു. TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് MTech കംപ്ലീറ്റ് ചെയ്തു. 2 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നായിരുന്നു. പിന്നീട് NIT കാലിക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് PhD പൂർത്തിയാക്കി. ശേഷം NIT തന്നെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. കുസാറ്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിരുന്നു. MES എഞ്ചിനീയറിംഗ് കോളേജിൽ അതിന് മുമ്പൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി അതിൻ്റെ കൊൽക്കത്ത ക്യാമ്പസിൽ അസോസിയേറ്റ് പ്രൊഫസറാണ്, എഗെയിൻ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് ഏറ്റവും അടിപൊളിയായിട്ട് നമ്മളോട് സംസാരിക്കാൻ പറ്റിയിട്ടുള്ള ഒരാളാണ് കിട്ടിയിട്ടുള്ളത്. പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരുപാട് കൺഫ്യൂഷൻസ് മെക്കാനിക്കൽ ചൂസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ കൺഫ്യൂഷൻസ് ഒക്കെ നമുക്കൊന്ന് ഫവാസ് സാറിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ വെൽക്കം ബാക്ക്. യെസ്, അപ്പോൾ നമ്മളിപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നോക്കുമ്പോൾ കുട്ടികൾക്കുള്ള ഒരു വളരെ ഏജ് ഓൾഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. ഒരുപാട് കാര്യങ്ങൾ വേൾഡിൽ ഷേപ്പ് ചെയ്തിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ ജനറലി കമ്പ്യൂട്ടർ സയൻസിലോട്ട് ട്രെൻഡ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ കാണുന്നത് ഒരു കോർ ബ്രാഞ്ചിലോട്ട് ആളുകൾ കുറച്ചൊക്കെ തിരിച്ചു പോകുന്നുണ്ടോ എന്നുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്, എസ്പെഷ്യലി എയുടെ ഇമ്പാക്റ്റ് ഒക്കെ വരുമ്പോൾ. അപ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ആരാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഒരാൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുമ്പോൾ അയാളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ട ഒരു +2 നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ +2 കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ സീക്ക് ചെയ്യുന്ന ഒരാളെടുക്കാം. അങ്ങനത്തെ ഒരാൾ മെക്കാനിക്കൽ ചൂസ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? യഥാർത്ഥത്തിൽ ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പദം തന്നെ മെക്കാനിക്കൽ എന്നുള്ളത്, അപ്പോൾ അതിനെ നമുക്ക് ഒരുപാട് ഒരു ആശയങ്ങൾ എന്ത് ചെയ്യും ഒരു കുട്ടിയുടെ ഒരു മനസ്സിൽ അതിൻ്റെ പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷനിലേക്കൊന്നും പോകണ്ട. ആ ഒരു പദം കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ലഭിക്കുന്ന ചില എന്തുണ്ടാവും, ഒരു ആശയ തലങ്ങളുണ്ടാവും. ഇപ്പോൾ മെക്കാനിക്കലുമായി ബന്ധപ്പെട്ട് മെഷീൻ എന്നുള്ള പദം എല്ലാവർക്കും എന്താണ്, മെക്കാനിക്സ് എന്നുള്ള പദം, അതുപോലെയുള്ള അതുപോലെ മെക്കാനിസം എന്ന പദം. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അതിലെന്തുണ്ടാവും, മെഷീൻസ് ഉണ്ടായിരിക്കും, അതുപോലെ മെക്കാനിക്സ് ഉണ്ടായിരിക്കും. ഒരു +1 പഠിക്കുന്നുണ്ട് മെക്കാനിക്സ്, ലോസ് ഓഫ് മോഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്. ലോസ് ഓഫ് മോഷൻ, റൊട്ടേഷണൽ മോഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ, വൈബ്രേഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതെല്ലാം എന്ത് ചെയ്യും. അതുപോലെ തന്നെ ആ മോഷനുമായി ബന്ധപ്പെട്ട അടുത്തൊരു തലമാണ് മെക്കാനിസം എന്നുള്ളത്. ഇപ്പം 4 ബാർ ഓരോരോ മെക്കാനിസംസ് തെർമോഡൈനാമിക്സ് തെർമോഡൈനാമിക്സ് അതായത് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു +1 പഠിക്കുന്ന +1 NCERT-യുടെ ഒരു സിലബസ് നോക്കിക്കഴിഞ്ഞാൽ +1 ഫിസിക്സ് ആണ് എന്ത് ചെയ്യുക. അപ്പോൾ ലോസ് ഓഫ് മോഷന്റെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, ഇവിടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സും ഡൈനാമിക്സും ഒക്കെ എന്ത് ചെയ്യും, ഡൈനാമിക്സ് ഓഫ് മെഷീനറി, മെക്കാനിക്സ് ഓഫ് മെഷീനറി എന്നുള്ള സബ്ജക്ട്സ്, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അവർക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കാനുണ്ടാവും. അതുപോലെ തന്നെ ഫ്ലൂയിഡ് മെഷീനറി, പമ്പ്സ്, ടർബൈൻസ്, അങ്ങനെയൊക്കെയുള്ള അങ്ങനെയുള്ള മെഷീൻസിന്റെ പ്രവർത്തനങ്ങൾ പഠിക്കാനുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് വരെ പഠിക്കുന്നുണ്ട് +1. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇവിടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, അങ്ങനെയുള്ള സബ്ജക്ട്സ് എന്ത് ചെയ്യും, അങ്ങനെ വരും. തെർമോഡൈനാമിക്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഒരുപാട് സബ്ജക്ട്സ് എന്ത് ചെയ്യും. ഇപ്പം വണ്ടിയുടെ എഞ്ചിൻസ്, ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസിന്റെ അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതുപോലെ തന്നെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് അതുമായി ബന്ധപ്പെട്ട് അതെല്ലാം ഒരു തെർമോഡൈനാമിക്സിന്റെ എന്താണ്. പിന്നെ പവർ പ്ലാന്റുകളുടെ, നമ്മുടെ സ്റ്റീം പവർ പ്ലാന്റുകൾ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകൾ, അതിന്റെ ഒക്കെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതെല്ലാം ഒരു തെർമോഡൈനാമിക്സ്, അതായത് വർക്ക്, ഹീറ്റ്, പവർ, ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും അവർ വരിക. പിന്നെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, AI കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഒരു ലോകം ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ കുറിച്ചാണ്, ഒരു വ്യാവസായിക വിപ്ലവം. അപ്പൊ നേർക്ക് യഥാർത്ഥത്തിൽ ഒരു വ്യവസായ വിപ്ലവത്തിൽ നേർക്ക് മെക്കാനിക്കലിന് എന്തുണ്ട്, വളരെ വലിയൊരു റോൾ, അത്രയും പഴക്കമുള്ള ഒരു ഇൻഡസ്ട്രീസ്. അവിടെ തന്നെ അടുത്ത ചോദ്യം വരുന്നത്, ഇതൊരു വളരെ പഴക്കമേറിയ ഒരു ബ്രാഞ്ച് അല്ലേ എന്നുള്ളതാണ്. നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ഇൻഡസ്ട്രി 4.0 അല്ലെങ്കിൽ 5.0 എന്നുള്ള ടേംസിലോട്ടൊക്കെ നമ്മൾ എത്തിക്കഴിഞ്ഞു. പുതിയതും ഒരു ആർട്ടിഫിഷ്യലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മെഷീൻസ്. ഇപ്പോൾ ഇന്ത്യയിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, എല്ലാവർക്കും കൺസേൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുമ്പോൾ തന്നെ കൂടുതലും ജനറേറ്റ് ചെയ്യപ്പെടുന്നത് കമ്പ്യൂട്ടർ സയൻസ്, IT, ഈവൻ ഇലക്ട്രോണിക്സ്, സർക്യൂട്ട് ബ്രാഞ്ചസുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫീൽഡ് കുറേയൊക്കെ സാച്ചുറേറ്റഡ് അല്ലേ എന്നുള്ളതാണ് ചോദ്യം, റൈറ്റ്? അതിനെക്കുറിച്ച്, കാരണം അത്രയും ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്നത്തെ കാലത്ത് ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസ് മെക്കാനിക്കലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ ഈ കോർ ബ്രാഞ്ചസ് നോക്കുമ്പോഴേ നമുക്ക് ഇതിൽ പിന്നെ ഇൻഡസ്ട്രികൾ അതുപോലെ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഇപ്പം നമ്മൾ AI വന്നു കഴിഞ്ഞാലും നമ്മളുടെ
ഈ കാർ മാനുഫാക്ചറിങ് എന്ത് ചെയ്യുന്നില്ല, അത് നിൽക്കുന്നില്ല. അപ്പോൾ സ്റ്റീൽ ഇൻഡസ്ട്രീസ്, സ്റ്റീലിന്റെ ഉപയോഗം നമ്മൾ ഏത് എക്യുപ്മെന്റ് വരുമ്പോഴും അതിൽ എന്തുണ്ട്, സ്റ്റീൽ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റീൽ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രികൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ പ്രൊഡക്ഷനും മാനുഫാക്ചറിങ്ങും ഒക്കെ അതെല്ലാം നിലനിന്ന് പോകുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മളുടെ ഒരു ചിപ്പിന്റെ എണ്ണം കൂടുന്നത് പോലെ ഒരു അത്ര അധികം എന്ത് ചെയ്യണമെന്നില്ല. അങ്ങനെ മെക്കാനിക്കൽ കോമ്പണൻസിന്റെ എണ്ണം, ഒരു ഷിപ്പിന്റെ എണ്ണം എന്ത് ചെയ്യാൻ പാടില്ല. ഷിപ്പിന്റെ എണ്ണം ഓരോ വർഷവും ഇങ്ങനെ എക്സ്പോണൻഷ്യൽ ആയിട്ടൊന്നും ഗ്രോ ചെയ്യില്ല. നമ്മുടെ ചിപ്പ് ഒക്കെ എന്ത് ചെയ്യും, ഇലക്ട്രോണിക് കോമ്പണൻസ്, മൊബൈൽ ഫോണൊക്കെ അതൊക്കെ വളരെ എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് ഗ്രോ ചെയ്യുന്നത്. ഒരു സ്റ്റഡി ആയിട്ടുള്ള എണ്ണത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തുണ്ടായിരിക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കാരണം എന്തായാലും ഉണ്ടാവും. കാരണം അത്രയധികം ഇൻഡസ്ട്രീസ്, മെഷീൻസ് ഒക്കെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ മെയിൻ്റെനൻസ്, അതിന്റെ പ്രൊഡക്ഷൻ, അതിന്റെ ഡിസൈൻ എല്ലാത്തിനും നമുക്ക് ആവശ്യം ആണ്. കാരണം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് വരുമ്പോൾ ഒരു മെഷീനിന്റെ ഡിസൈൻ, അതുപോലെ തന്നെ അതിന്റെ മാനുഫാക്ചറിങ്, പിന്നെ അതുപോലെ തന്നെ അതിന്റെ മെയിൻ്റെനൻസ്, ഇതിനെല്ലാം ആര് വേണം യഥാർത്ഥത്തിൽ. ഈവൻ അത് കുറച്ച് കഴിയുമ്പോൾ ചില റീസൈക്ലിങ്ങിലും എന്ത് വേണം. ഇപ്പോൾ ഷിപ്പിന്റെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഷിപ്പ് റീസൈക്ലിംഗ് എന്നുള്ളൊരു ഇൻഡസ്ട്രിയാണ്. അവിടെയും എന്ത് വേണം, മെക്കാനിക്കൽ, ഇപ്പൊ സ്റ്റീൽ റീസൈക്ലിംഗ്, ഷിപ്പ് റീസൈക്ലിംഗ്, അവിടെയും ഒക്കെ എന്തുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് എന്തുണ്ട് യഥാർത്ഥത്തിൽ റോൾ ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു സപ്ലൈ നമ്മൾ നോക്കുകയാണെങ്കിൽ മേ ബി ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന്റെ സീറ്റ്സ് കൂടി അത്ര മെക്കാനിക്കലിന്റെ സീറ്റ് ഒന്നും കൂടിയിട്ടില്ല. അപ്പോൾ ആ ഡിമാൻഡ് വേഴ്സസ് സപ്ലൈ ഏകദേശം ഒരു സിമിലർ ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ അങ്ങനെ ഓവർ ആളുകളെ നമുക്ക് വേണ്ട, ഉള്ള ആളുകളെ നമുക്ക് സ്വാഭാവികമായിട്ടും പല ഏരിയകളിലോട്ട് ആവശ്യമുണ്ട്. ഉണ്ട്. അതിൽ തന്നെ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ ഈ കേരളത്തിലൊരു സെനാരിയോ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ് അല്ലല്ലോ. വളരെ കുറഞ്ഞ ഇപ്പം മെക്കാനിക്കൽ റിലേറ്റഡ് ആളുകൾക്ക് ഒരു കേരളത്തിൽ പോകാവുന്ന ഇൻഡസ്ട്രീസ് വളരെ കുറവാണ്. ഇപ്പൊ കൊച്ചിൻ ഷിപ്പ് യാർഡ് ഉണ്ടായിരിക്കും, അതുപോലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, KMML, അതുപോലെ തന്നെ FACT, ട്രാങ്കൂർ കൊച്ചിൻ കെമിക്കൽസ്, അവിടുത്തെ മെക്കാനിക്കൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുകൾ, അങ്ങനെ പിന്നെ അങ്ങനെയുള്ള കുറച്ച് കമ്പനികൾ മാത്രമേ എന്തുള്ളൂ ഈ കേരളത്തിൽ എന്തുള്ളൂ. ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്, അതുപോലെ റബ്ബർ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ എന്തേ ഉള്ളൂ കേരളത്തിൽ അധികവും. പക്ഷേ ഒരു ഇന്ത്യൻ സെനാരിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ എന്തുണ്ട്, ഒരു പാൻ ഇന്ത്യ ലെവലിൽ വർക്ക് ചെയ്യാനൊക്കെ തയ്യാറുള്ള ഒരാളാണ്. നമ്മൾ നോക്കുമ്പോൾ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഇതൊക്കെ നമ്മളൊരു IT ഹബ്സും കാര്യങ്ങളായിട്ട് കാണുന്നത്. അതേപോലെ മേ ബി മെക്കാനിക്കലിൽ നമുക്ക് പോകാവുന്ന സ്ഥലങ്ങൾ ഇന്ത്യയിൽ അത് യഥാർത്ഥത്തിൽ ഇപ്പം ചെതറി കിടക്കണം. ഉദാഹരണത്തിന് കഴിഞ്ഞ മാസം ഞാൻ ടാറ്റ നഗർ പോരും. അപ്പൊ ആ വലിയൊരു ജാംഷഡ്പൂർ, അപ്പം സ്റ്റീൽ സിറ്റി, ആ പേര് തന്നെ എന്താണ്, ഇപ്പം സ്റ്റീൽ സിറ്റി എന്നാണ്. ഇപ്പം ടാറ്റ നഗറിന് അല്ലെങ്കിൽ ജാംഷഡ്പൂരിനെ സ്റ്റീൽ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ വലിയ ഒരു ഏരിയയിൽ മൊത്തം എന്താണ്, പിന്നെ ഈ സ്റ്റീൽ ഇൻഡസ്ട്രീസ് തന്നെയാണ്. സ്റ്റീൽ ഇൻഡസ്ട്രി മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കും. കാരണം ഈ ഒരു ഇൻഡസ്ട്രി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു ജനറൽ മെക്കാനിക്കൽ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ, അതിൽ ഒരു സ്റ്റീൽ ഇൻഡസ്ട്രി, ഒരു മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ എല്ലാ ടൈപ്പ് ഓഫ് എഞ്ചിനീയേഴ്സിനും റോൾ ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും പോലും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് എന്തുണ്ട്, അവരതിൻ്റെ ഒരു കോർ ആളുകളായതുകൊണ്ട് അവർക്ക് എന്തുണ്ട്, നല്ല റോൾ ഉണ്ട്. ഇന്ത്യൻ സെനാരിയിലും എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2-3 ലെവൽ ഓഫ് ഇൻഡസ്ട്രി ആയിട്ട് ഗവൺമെന്റ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം മഹാരത്ന ഇൻഡസ്ട്രീസ്, വളരെ വലിയ ഓട്ടോണോമിയും വളരെ വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഉള്ള മഹാരത്ന, പിന്നെ നവരത്ന, അതുപോലെ തന്നെ മിനി രത്ന, ഇതെല്ലാം കൂടി ഒരു 100-ലധികം ഇൻഡസ്ട്രികൾ എന്തുണ്ട് ഈ ഇന്ത്യയിൽ. അങ്ങനെ പ്രോമിനന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് മേ ബി ഒന്ന് കുറച്ചുകൂടി സ്പെസിഫിക് നമ്മളിപ്പം പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ PSUസിലേക്ക് പോവുകയാണെങ്കിൽ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് പറയുകയാണെങ്കിൽ, അതിൽ ഒരു ഏരിയ ഓയിൽ ആൻഡ് ഗ്യാസ്, അതിൽ നമുക്ക് ONGC പോലെ ഇൻഡസ്ട്രി ഉണ്ട്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, ഇന്ത്യൻ ഓയിൽ, അതുപോലെ തന്നെ BPCL, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, അതുപോലെ തന്നെ നമ്മളുടെ HPCL ഉണ്ടായിരിക്കും, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, പിന്നെ ഗെയിൽ ഉണ്ട്, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള ഗെയിൽ. ഇതെല്ലാം ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് എന്നുള്ളൊരു ഫീൽഡിലുള്ള. പിന്നെ നമ്മൾ പവറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം NTPC ഉണ്ട്, അതുപോലെ തന്നെ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ട്. അങ്ങനെയുള്ള പവർ രംഗത്ത് എന്തുണ്ട്, ഓയിൽ ആൻഡ് ഗ്യാസ് രംഗത്തുണ്ട്, പവർ രംഗത്തുണ്ട്. അതുപോലെ തന്നെ പിന്നെ മെക്കാനിക്കലുകാർക്കുള്ള ഇൻഡസ്ട്രീസ് പിന്നെ ഷിപ്പിംഗ് രംഗത്തുണ്ട്. അതായത് ഇപ്പം നമ്മളുടെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ് യാർഡ് പോലുള്ള സ്ഥാപനങ്ങൾ, പിന്നെ മസഗോൺ ഡോക്ക് ഷിപ്പ് യാർഡ്, ഗാർഡൻ റീച്ച് ഷിപ്പ് യാർഡ്, ഹിന്ദുസ്ഥാൻ ഷിപ്പ് യാർഡ്, അതൊക്കെ ഗോവ ഷിപ്പ് യാർഡ്, അങ്ങനെയുള്ള ഒരുപാട് ഷിപ്പ് യാർഡുകൾ. എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് മറ്റൊരു ഇപ്പൊ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, HAL-ലൊക്കെ എന്തുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ ഡിഫൻസ് ആൻഡ് റിസർച്ച്, ഡിഫൻസ് റിസർച്ചിൽ അതെന്ത് ISRO പോലുള്ള ISRO, അതുപോലെ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, DRDO-യില്
ഒക്കെ എന്തുണ്ട് ഇവർക്ക് മെക്കാനിക്കലുകാർക്ക് എന്തുണ്ട് ഒരുപാട്. പിന്നെ ഹിന്ദുസ്ഥാൻ ഇലക്ട്രോണിക്സ്, പിന്നെ ഹെവി എക്യുപ്മെന്റ് മെഷീനറി ആണെങ്കിൽ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, ബെല്ലിലൊക്കെ എന്തുണ്ട് ഇവർക്ക് ഓപ്പർച്യൂണിറ്റി. അതധികം പലതും ഗേറ്റ് മുഖേന ഒക്കെ ആയിരിക്കും എന്തുണ്ടാവുക ഇവർക്ക് എൻട്രൻസ് ഇവരുടെ ഒരു. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നും വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ആണ്. ചിലപ്പോൾ പല കുട്ടികൾക്കും ചിലപ്പോൾ എത്ര എക്സൈറ്റിംഗ് ആയി തോന്നാത്തത് അതുകൊണ്ടായിരിക്കും. നമ്മൾ കുറെ കാലങ്ങളായി ഒരു ന്യൂ ഏജ് ഓപ്പർച്യൂണിറ്റീസ് വരും നോക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ റോബോട്ടിക്സ് ഇങ്ങനത്തെ ഫീൽഡിലോട്ട് വരുമ്പോൾ നമുക്ക് കൂടുതൽ അവിടെ എന്തെല്ലാമാണ് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ പുതിയ ഏരിയാസ്, ഇപ്പോൾ റോബോട്ടിക്സ് ഇങ്ങനത്തെ ഏരിയാസിലോട്ടൊക്കെ വരുമ്പോൾ അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, എന്തെല്ലാം വരുന്നത്? അത് യഥാർത്ഥത്തിൽ നേരത്തെ ഇൻഡസ്ട്രി 4.0 5.0 എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നമുക്ക് ആ കോർ മെക്കാനിക്കലിലെ ടിപ്പിക്കൽ ജോബിന് പുറമെ ഇപ്പം ഇങ്ങനെയുള്ള ഇത് അലൈഡ് ന്യൂ ജനറേഷൻ ടൈപ്പ് ഓഫ് ഏരിയയിലും ഇതുണ്ട്. ഉദാഹരണം മെക്കാട്രോണിക്സ് ഏരിയയിലേക്ക് കുട്ടികൾക്ക് എന്ത് ചെയ്യാം പോവാം. അതുപോലെ തന്നെ EV ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി എന്നുള്ള ഏരിയയിലേക്ക് അതിലേക്ക് പുതിയ ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി, ഹൈഡ്രജൻ എനർജി, അതൊക്കെ എന്താണ് മെക്കാനിക്കലുകാർ ഇപ്പോൾ പോകുന്ന മീൻസ് അവർക്ക് ഒരു ന്യൂ ജനറേഷൻ ടൈപ്പ്. പിന്നെ ഓട്ടോമേഷൻ എന്നുള്ള ആ ഒരു ഏരിയയിലേക്ക് ഇവർക്ക് എന്ത് ചെയ്യാം, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ. കാരണം പഴയ മാനുഫാക്ചറിംഗിൽ നിന്ന് പുതിയ എന്തായിട്ടുണ്ട് പിന്നെ ഇന്റലിജന്റ് മാനുഫാക്ചറിംഗ്, സ്മാർട്ട് മാനുഫാക്ചറിംഗ് പോലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ 3D പ്രിന്റിംഗ്, അഡിറ്റീവ് മാനുഫാക്ചറിങ്, അങ്ങനെയൊക്കെയുള്ള ഏരിയകളിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം IIT മദ്രാസിൽ തന്നെ ഞാൻ ഒരു വർക്ക്ഷോപ്പ് പറഞ്ഞപ്പോൾ അവർക്ക് തന്നെ എന്തുണ്ട് 3D പ്രിന്റിംഗ്. ഈവൻ ദേ ഹാവ് കൺസ്ട്രക്റ്റഡ് 3D പ്രിന്റിങ്ങിൽ ചെറിയ ഹൗസുകളൊക്കെ തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്ന അങ്ങനത്തെ മെത്തഡോളജികൾ എന്തുണ്ട്, അങ്ങനത്തെ റിസർച്ച് ഏരിയാസ് ഉണ്ട്. അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏരിയാസ് ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. പുതിയ ഏരിയാസ് ഉണ്ട്, ട്രഡീഷണൽ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, ഇവിടെയൊക്കെ എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, പ്രോബ്ലി പല ആളുകൾക്കും അറിയില്ല എങ്ങനെ ഇത്തരം ഫീൽഡുകളിൽ എത്തിപ്പെടണം എന്നുള്ളത്. അപ്പോൾ നമുക്കിനി ഇപ്പോൾ ഒരു പ്ലസ് ടുക്കാരൻ എങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ എന്ത് താല്പര്യമുള്ള ആളുകൾ, ഈ മെഷീൻസുമായി മെക്കാനിക്സുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള ആളുകളാണ് ഇതിലോട്ട് പോവേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഒരാൾ ബിടെക്കിന് ജോയിൻ ചെയ്യാണ്, സപ്പോസ് ഒരു 4 ഇയർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക്കിന് ജോയിൻ ചെയ്യണം. നമ്മളൊരു കുട്ടി അവിടെ എത്തി നമ്മൾ വിചാരിക്കുക, റൈറ്റ്? ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയിൽ പോകാൻ അവനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയൊക്കെയാണ് അവന് ഇനേബിൾ ചെയ്യപ്പെടുക എന്നുള്ളത് മേ ബി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഒരു PSUs ആണ്, അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ഞാൻ മനസ്സിലാക്കുന്നത് അത്യാവശ്യം നല്ല സാലറിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ആളുകൾ ഇത്തരം കമ്പനീസിൽ പ്ലേസ്ഡ് ആണ്. മേ ബി വലിയൊരു സാലറി ഗ്രോത്ത് അല്ലെങ്കിലും അത്യാവശ്യം നല്ല സാലറി ഗ്രോത്തും പല ഗ്രേഡിലോട്ടും ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് തന്നെ അല്ലേ കൺസിഡർ ചെയ്തിട്ട് ആളുകൾ എത്തുന്നുണ്ട്. ഇങ്ങനത്തെ കമ്പനീസിന് ഇപ്പോൾ ഒരു ONGCയിലോ അല്ലെങ്കിൽ IOCയിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ എന്താണ് ചെയ്യേണ്ടത്? അവർ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചാൽ നമ്മളുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ കോർ സബ്ജക്ട്സ് അത് നന്നായി ഒരു ഗേറ്റ് ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ സാധാരണ ഇതിലിപ്പോൾ നമ്മളുടെ ഒരു യൂണിവേഴ്സിറ്റി എക്സാം നോക്കിക്കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥത്തിലുള്ളൊരു എഞ്ചിനീയറിംഗ് ലെവലിലുള്ളൊരു ഇവാലുവേഷൻ അല്ല. എസ്പെഷ്യലി നമ്മളൊരു വലിയൊരു യൂണിവേഴ്സിറ്റി, 100 അഫിലിയേറ്റഡ് കോളേജുള്ള ഒരു യൂണിവേഴ്സിറ്റി, അവിടുത്തെ ഒരു എക്സാം എന്ന് പറയുമ്പോൾ ഒരു തെർമോഡൈനാമിക്സിന്റെ എക്സാമോ അല്ലെങ്കിൽ ഏതെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട് എക്സാം എന്ന് പറഞ്ഞാൽ അവരൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കേണ്ട ലെവലിലുള്ള ഒരു എക്സാം ആവില്ല. കാരണം വലിയൊരു യൂണിവേഴ്സിറ്റി ആകുമ്പോൾ പാസ് പെർസെന്റേജ് ആകുമ്പോൾ നമുക്ക് പാസ് പെർസെന്റേജ് ഒക്കെ എന്താണ് അതെല്ലാം കുറെ എല്ലാവരും പരിഗണിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ കുട്ടികൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ അത്യാവശ്യം ഒരു ഗ്രേഡ് കിട്ടുമ്പോൾ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അത്യാവശ്യം എന്താണ് എനിക്ക് 8 CGPA ഉണ്ട്, 9 CGPA ഉണ്ട്, എക്സാം നല്ല മാർക്കുണ്ട്. പക്ഷെ ആ ഒരു മാർക്കിന് അപ്പുറത്ത് ഒരു ഗേറ്റ് സിലബസിൽ, ഗേറ്റിന്റെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒക്കെ സിലബസിൽ അത് കോമ്പീറ്റ് ചെയ്യാവുന്ന രൂപത്തിൽ ഇവർ ഓരോ സബ്ജക്ട്സും എന്ത് ചെയ്യണം, ഇവർ പഠിക്കണം. എന്നിട്ട് അവർക്ക് 3rd ഇയറിൽ എന്ത് ചെയ്യാം, പ്രീ ഫൈനൽ ഇയറിൽ അവർക്ക് ഗേറ്റ് അറ്റംപ്റ്റ് ചെയ്യാം. പ്രീ ഫൈനൽ ഇയറിൽ തന്നെ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗേറ്റ് എഴുതാം. അപ്പോൾ മേ ബി അവിടെ മെക്കാനിക്കൽ ഒരു കോർ സബ്ജക്റ്റിലോട്ട് പോകുന്നവരോട് നമ്മൾ പറയുന്നത് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളുടെ ഒരു സെമസ്റ്റർ എക്സാമിനല്ല, ഗേറ്റിനാണ് നിങ്ങൾ യഥാർത്ഥം, അല്ലെങ്കിൽ ആ ഗേറ്റിന്റെ ലെവലിൽ പഠിക്കും എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ അവർക്ക് ഇപ്പം ഫസ്റ്റ് ഇയറിൽ കോമൺ പേപ്പേഴ്സ് ആയിരിക്കും. ഇപ്പൊ 3rd 4th 5th 3 സെമസ്റ്റർ കഴിയുമ്പോൾ 6th സെമസ്റ്ററിൽ അവർക്ക് ഫസ്റ്റ് ഗേറ്റ് എഴുതാം. അപ്പൊ ഏകദേശം 4 സെമസ്റ്ററിന്റെ പേപ്പേഴ്സ് ഉണ്ടാവും. അപ്പോഴും 7, 8ന്റെ പേപ്പേഴ്സ് എന്തെല്ലാം അവർക്ക് പഠിക്കാതെയാണ് ഫസ്റ്റ് ഗേറ്റ് അവർ എഴുതുന്നത്. പക്ഷെ 3, 4, 5, 6ന്റെ പേപ്പേഴ്സ് അവർ നന്നായിട്ട് പഠിച്ചിട്ട് ഒരു ഗേറ്റ് ലെവലിൽ പഠിച്ചവർ എഴുതി കഴിഞ്ഞാൽ ഗേറ്റിൽ അത്യാവശ്യം നല്ല റാങ്ക് എന്ത് ചെയ്യും. 7, 8 അധികം പേപ്പേഴ്സ് വരില്ല. നോർമലി ഇപ്പം പുതിയ ഇതിലൊക്കെ പ്രൊജക്റ്റും പുതിയ സിസ്റ്റത്തിൽ 7, 8 എന്താണ് പേപ്പേഴ്സ് വളരെ കുറച്ചു. നമ്മൾ പുതിയ അവർക്ക് വേണമെങ്കിൽ ഇന്റേൺഷിപ്പിന് വേണമെങ്കിൽ പോകാവുന്ന ഒരു 3, 4, 5, 6 സെമസ്റ്റേഴ്സ് ആണ് ഇതിൽ ഏറ്റവും ക്രിട്ടിക്കൽ. ആ സെമസ്റ്റേഴ്സ് നമ്മൾ അക്കാഡമിക്സ് നന്നായി ബിൽഡ് ചെയ്യണം എന്നുള്ളത്. അതെ റൈറ്റ്. ഈ ഗേറ്റിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. അതായത് നമ്മളൊരു കോച്ചിങ്ങിന് പോകുക എന്നുള്ളതാണോ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി? അതല്ല, ഈ പറഞ്ഞ പോലെ നമ്മൾ കോളേജിൽ പഠിക്കുന്നതന്നെ നമ്മൾ മേ ബി ഡെപ്തിൽ പഠിക്കുക. എന്താണ് ഫവാസ് സാറിന്റെ പെർസ്പെക്റ്റീവ്? ആക്ച്വലി എന്താ വെച്ചാൽ അത് ഒരു കുട്ടിയുടെ ഒരു അക്കാദമിക് സ്റ്റൈലിനനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒരു കുട്ടീനെ നന്നായിട്ട് സ്വയം പഠിക്കാനാണെങ്കിൽ അവർ 3, 4, 5, 6ന്റെ മീൻസ് കോർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ പേപ്പേഴ്സ് അവൻ നന്നായി പഠിക്കുകയും കുറച്ച് മെറ്റീരിയൽസ്
മെറ്റീരിയൽസ്, അതുപോലെ തന്നെ സം യൂട്യൂബ് വീഡിയോ, അതുപോലെ ഓൾഡ് ഗേറ്റിൻ്റെ ഒക്കെ സം മെറ്റീരിയൽസ് എല്ലാം അവൻ സോൾവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ദാറ്റ് ഈസ് ഇനഫ്. ഇനി അതല്ല, ഒരു സിസ്റ്റമാറ്റിക് പാറ്റേണിൽ പോയാലേ എന്ത് ചെയ്യുള്ളൂ, ഞാൻ പഠിക്കുള്ളൂ, അല്ലെങ്കിൽ ഇതൊരു തിയറി മാത്രമാണ്, ഇങ്ങനെ മെറ്റീരിയലൊക്കെ വെച്ച് പഠിച്ചാൽ മതി അതൊരു ഹൈപ്പോത്തറ്റിക്കലായി മാറും. ഞാൻ എവിടെയെങ്കിലുമൊക്കെ ജോയിൻ ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ, ഞാനൊരു സ്ട്രീം ലൈനിൽ പോവുള്ളൂ എന്നുള്ളവർ എന്ത് ചെയ്യണം, വല്ല ഓൺലൈനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വല്ല ഗേറ്റ് കോച്ചിങ്ങിന് എന്ത് ചെയ്യണം, പാരലലി അവർ ഒരു തേർഡ് ഇയറിലോ ഫോർത്ത് ഇയറിലോ. എന്തായാലും ഒരു PSU ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഗേറ്റ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയോറിറ്റി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഏത് കോളേജ് പഠിച്ചാലും ഗേറ്റ് എഴുതിയിട്ട് നിങ്ങൾക്ക് നല്ല റാങ്ക് വന്നാൽ അതാണോ PSUs പരിഗണിക്കുക? അതെ. കാരണം ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ്. ഇപ്പം നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ 90% മാർക്ക് കിട്ടി, വേറെ യൂണിവേഴ്സിറ്റിയിൽ 80% മാർക്ക് കിട്ടി. ഇപ്പം ഇത് മാർക്ക് നല്ല കോരിക്കൊടുക്കുന്ന ഒരു സ്ഥലത്ത് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അത് ആ 90-80 ഒരു നാഷണൽ ലെവലിൽ അത് ഇവരെ കമ്പയർ ചെയ്യപ്പെടുന്ന ഗേറ്റിലൂടെയാണ്. അതുകൊണ്ടാണ് ആ പേര് തന്നെ നിൽക്കുന്നതാണ് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഗേറ്റ് എന്നുള്ളത് ഒരു MTech കിട്ടാനുള്ള എക്സാം മാത്രമല്ല, നേരെ മറിച്ച് നിങ്ങൾക്ക് ഇന്ത്യയിലെ ടോപ്പ് ഈ പറഞ്ഞ നവരത്ന കമ്പനീസിലോട്ട് എൻട്രി ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയാണ്. അത് പല ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ മേ ബി നമ്മൾ ഫസ്റ്റ് ഇയറിനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ 4 ഇയർ കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ്സിനെ ആശ്രയിക്കാതെ തന്നെ നമുക്ക് നല്ല ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതെ അത് നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമ്പറ്റീഷൻ ലെവൽ അത്യാവശ്യം കോമ്പറ്റീഷൻ ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒരു വർഷം 2 ലക്ഷം കുട്ടികൾ എന്ത് ചെയ്യും, ഒരു ഗേറ്റ് എഴുതാം, ഒരു ആസ് ആൻ ആവറേജ്. അതിലൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനുള്ള ഒരു ഗേറ്റിലൂടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം 2000 വരുള്ളൂ, അല്ലെങ്കിൽ 1000 to 2000 ഇടയിൽ എന്ത് ചെയ്യുള്ളൂ ഒരു കൊല്ലത്തിൽ PSUയിൽ. 1 in 100 1 in 200 എന്ത് ചെയ്യും, കിട്ടും. നമ്മളുടെ ഒരു SSC പോലുള്ള നമ്മൾ ജനറൽ PSC, UPSC, LD ക്ലർക്ക് പോലുള്ള പരീക്ഷകളുണ്ടല്ലോ, സാധാരണ എല്ലാവരും PSC നോക്കുന്ന ഒരു നമ്മളുടെ സെനാരിയോയിലുള്ള, അതിലെന്താ വെച്ചാൽ ലക്ഷക്കണക്കിന് എഴുതിയിട്ട് 30 ലക്ഷം ആൾക്കാരൊക്കെ എഴുതിയിട്ടാണ് 5000 ആൾക്ക് ഒരുപാട് സമയം എടുക്കും. എനിക്ക് തോന്നുന്നു PSUs ഒക്കെ പെട്ടെന്ന് അപ്പോയിന്റ്മെന്റ് ചെയ്ത് അവരൊക്കെ മറ്റേതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്ത് പിന്നെ ഒരുപാട് സമയം എടുക്കും എന്ത് അല്ലാത്ത റിക്രൂട്ട്മെന്റ്. എനിക്ക് പലപ്പോഴും തോന്നാറുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ അക്കാഡമിക്സിനെ സീരിയസ് ആയി എടുക്കില്ല, ഇതൊന്നും പഠിച്ചിട്ട് വലിയ കാര്യമില്ല എന്നുള്ള ഒരു ആസ്പെക്ട്, ഒരു മൈൻഡ് സെറ്റിൽ പല ആൾക്കാരും പോകും. എന്നിട്ട് അവസാനം BTech കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനേക്കാളും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ബാങ്ക് എക്സാംസോ അല്ലെങ്കിൽ PSC എക്സാംസോ SSC എക്സാംസോ ഒക്കെ എഴുതിയെടുക്കാൻ നോക്കും. അതിനേക്കാളും എളുപ്പമാണ് ആക്ച്വലി നിങ്ങൾ ആ കോർ സബ്ജക്ട് നിങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിൽ PSUs ജോലി കിട്ടാൻ. അതെ 1 in 200 എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു എന്തല്ല ഒരു, കാരണം ഒരു കോളേജിൽ തന്നെ ഉള്ള 100 നന്നായി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിലൊരാൾക്ക് കിട്ടും എന്നുള്ളതാണല്ലോ. ഒരു 100 ബാച്ചിലുള്ള നന്നായി പഠിക്കുന്നത്, കാരണം പലവരും പല ഫീൽഡിലേക്ക് പോകും. ഈ ഒരു അറ്റൻഷനോട് കൂടി തുടക്കം മുതൽ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഗേറ്റിൽ ക്വാളിഫൈ ചെയ്യാൻ എന്ത് ചെയ്യും പറ്റും. അവർക്ക് പിന്നെ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷൻ എഴുതാം, അത് കുറച്ചുകൂടി ടഫർ ലെവലാണ് ഗേറ്റിനെ കാട്ടിലും. പക്ഷെ എന്നാൽ പോലും ജോബ് അത്യാവശ്യം നല്ല ജോബാണ്. ഇപ്പൊ സെൻട്രൽ PWD, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ, അതുപോലെ പിന്നെ ഈ ബോർഡർ റോഡ്സ്, അങ്ങനെയൊക്കെയുള്ള മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസസ്, അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് നേരെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്. ഈ UPSCയുടെ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷൻ. നമ്മൾ സെൻട്രൽ PSUസിനെ കുറിച്ച് പറഞ്ഞു. സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ് കേരള PSC. കേരളത്തിലെ ഗവൺമെന്റ് ജോബിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്? കാരണം ഫവാസ് സാർ, എനിക്കറിയാം കേരളത്തിലെ ഗവൺമെന്റ് PSC എഴുതിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്നാണ് ഈ അക്കാഡമിക്സിലോട്ട് പോകുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം ഫീസിബിൾ ആണ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്? യഥാർത്ഥത്തിൽ കേരള PSC ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പം നമ്മളുടെ PSUകളെ അപേക്ഷിച്ചോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം, അതൊക്കെ ഓരോ ഇയറിലുള്ള റിക്രൂട്ട്മെന്റ് ആണ് പൊതുവെ വരിക. അപ്പോൾ അവർ എക്സാം നടത്തുന്നു, ആ ഗേറ്റോ അല്ലെങ്കിൽ ഇന്റർവ്യൂ വെച്ച് എന്ത് ചെയ്യുന്നു, അവരെടുക്കുന്നു. ആ വർഷം തന്നെ എന്ത് ചെയ്യും, വിത്തിൻ 1 year ഓൾമോസ്റ്റ് അവരെ പ്രോസസ്സുകൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. അടുത്ത വർഷം വീണ്ടും എന്ത് ചെയ്യും, ഇവർ എക്സിസ്റ്റിംഗ് വേക്കൻസിയിലേക്ക് എന്ത് ചെയ്യും, കോൾ ഫോർ ചെയ്യും. പക്ഷേ കേരളത്തിലെ ഒരു PSC തിയറിറ്റിക്കലി അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പക്ഷേ പ്രാക്ടിക്കലി എന്തല്ല, അത് ഒരുപാട് സമയമെടുക്കും. ഞാൻ PhD ചെയ്യുന്നതിന്റെ ഇടയിലായതുകൊണ്ട് ഞാൻ 2012 കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറിനുള്ള കോൾ ഫോർ ചെയ്തത്, അപ്ലൈ ചെയ്യുന്നത് 2012. അതിന്റെ എക്സാം പല കാരണങ്ങളും കൊണ്ട് നടന്നത് എനിക്ക് തോന്നുന്നു 2013 അല്ലെങ്കിൽ 2015 മറ്റോ എക്സാം നടന്നു. എന്നിട്ട് അതിന്റെ ഷോർട്ട് ലിസ്റ്റ് ആദ്യം ഇടും, അത് 2016 ഇട്ടു. 2017 എന്ത് ചെയ്തു, അതിന്റെ റാങ്ക് ലിസ്റ്റ് ഇട്ടു. അങ്ങനെ 2018 ഞാൻ ജോയിൻ ചെയ്യുന്നത്. 2012 അപ്ലൈ ചെയ്താണ്. 2012 അപ്ലൈ ചെയ്താണ്. നമ്മൾ അപ്പോൾ അവിടെ റിസർച്ചും ഇതൊക്കെ ആയതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾക്ക് തിരക്കില്ലാത്തത് കൊണ്ട് പിന്നെ എന്ത് ചെയ്തു, അപ്പം അത്രയും സമയം എടുക്കും. അതുകൊണ്ട് പിന്നെ മെക്കാനിക്കലിന് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്താണ് പൊതുവെ കുറവാണ്. അപ്പോൾ ആസ് ഓഫ് നോ കേരള PSC നിങ്ങളൊരു ഓപ്ഷനായിട്ട്, നിങ്ങൾക്ക് ബാക്കി പണികളുടെ ഇടയിൽ നിങ്ങൾ കാണാം, നിങ്ങളതൊരു വലിയൊരു ഓപ്ഷനായിട്ട് കാണുക. നമ്മുടെ ഗവൺമെന്റും ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വിഷയമാണ്. ആക്ച്വലി ഒരു കൊല്ലം കൊണ്ടൊക്കെ അപ്പോയിന്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ മിടുക്കരായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് റീറ്റെയിൻ ചെയ്യാനും പറ്റും എനിക്ക് തോന്നുന്നു. അതെ. പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പം ജനറലി സിവിൽ എഞ്ചിനീയറിംഗിലാണ് കൂടുതൽ എന്തുള്ളത്, പിന്നെ
കേരള PSCയിലും UPSCയിലും കൂടുതൽ പോസ്റ്റ് ഉള്ളത് സിവിൽ എഞ്ചിനീയറിംഗ്. അത് വെയിറ്റ് ചെയ്തിരിക്കരുത്. പക്ഷേ കുറേ ഡിപ്പാർട്ട്മെന്റ്, ഹാർബർ എഞ്ചിനീയറിംഗ്, കേരള വാട്ടർ അതോറിറ്റി, അതുപോലെ തന്നെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, അതുപോലെ തന്നെ PWD, ഇങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെന്റിലും എന്തുണ്ട്, കേരള അഗ്രോ മിഷനറി കോർപ്പറേഷൻ, ഇവിടെയൊക്കെ എന്താണ് മെക്കാനിക്കലുകാർക്ക് എന്തുണ്ട് ആക്ച്വലി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വരുന്ന സമയത്ത് എന്താണ് പിന്നെ ടീച്ചിങ്ങിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കോളേജ് എഡ്യൂക്കേഷനിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാം, അതുപോലെ തന്നെ പോളിടെക്നിക്കൽ ലെക്ചർ ആവാം. അങ്ങനെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബാക്കി ഓപ്പർച്യൂണിറ്റീസ് സീക്ക് ചെയ്തുകൊണ്ട് ഇതിനായിട്ട് നമ്മൾ കേരളത്തിൽ നമ്മൾ മെനക്കെടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ടിട്ട് തോന്നുന്നത് നമ്മൾ കൊടുക്കേണ്ട റൈറ്റ് ആണ്. യെസ്. ഇനി ബാക്കി നമ്മളൊരു പ്രൈവറ്റ് സെക്ടറിലോട്ട് വരികയാണെങ്കിൽ, ഒരു പ്രൈവറ്റ് സെക്ടറിൽ ജോലി നേടണമെന്നുണ്ടെങ്കിൽ BTechന് ജോയിൻ ചെയ്ത കുട്ടി എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്? ഡെഫിനറ്റ്ലി അവൻ പഠിക്കുന്ന കോളേജ് എന്നുള്ളത് പ്രധാനമാണ്. ഏറ്റവും നല്ല കോളേജിൽ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മൾ എല്ലാവരോടും പറയുന്ന കാര്യമാണ്. അവിടെ പ്ലേസ്മെന്റ്, മറ്റു കാര്യങ്ങൾ. ഇനി അവിടെ അങ്ങനെ പ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്തൊരു കോളേജാണെന്ന് വിചാരിക്കുക. അവനൊരു പ്രൈവറ്റ് കമ്പനിയിൽ പോകണം, പബ്ലിക് സെക്ടർ താല്പര്യമില്ല, അങ്ങനത്തെ ഒരു റാപ്പിഡ് കരിയർ ഗ്രോത്ത് ആണ് ആൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ അയാൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് ഈ 4 ഇയറിനെ കാണുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ട യഥാർത്ഥത്തിൽ ഒരു പ്ലേസ്മെന്റ്. കാരണം ഫസ്റ്റ് എൻട്രി എന്നുള്ളത് പലപ്പോഴും എന്താണ്, ഒരു കോർ എഞ്ചിനീയറിംഗ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് എൻട്രി ടു കമ്പനി അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ മുഖേന കിട്ടുന്ന ഒരു സംവിധാനമാണ് എപ്പോഴും നല്ലത്, ഏറ്റവും നല്ലത്. മറ്റേത് അല്ലാത്തൊരു സാഹചര്യം ഒരുപാട് സ്ട്രഗിൾസ് ഉള്ളതാണ്. പക്ഷെ അവർക്ക് ആ സ്ട്രഗിളിനെ ഓവർകം ചെയ്യാൻ ഒന്നുകിൽ അവർ അതിൽ കോമ്പീറ്റന്റ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. കാരണം ഫ്രഷേഴ്സിന് എടുക്കുന്നത് പൊതുവെ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അറ്റ്ലീസ്റ്റ് 1 year 2 year എക്സ്പീരിയൻസ് എന്ത് ചെയ്യും അവർ പല കമ്പനികളും എന്ത് ചെയ്യും, ചോദിക്കും. അപ്പോൾ പിന്നെ അവർക്കുള്ളത് ഈ ഇൻഡസ്ട്രിക്ക് ഫിറ്റ് ആവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇവരെന്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അവർ ഇന്റേൺഷിപ്പിന് പോവാം. പല കമ്പനികളിൽ എന്ത് ചെയ്യാം, കോർ കമ്പനികളിലുള്ള ഇപ്പം എസ്പെഷ്യലി ഇപ്പോൾ നമ്മളൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ ഇന്റേൺഷിപ്പും അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്റേൺഷിപ്പ് ഉണ്ട്. ഇപ്പം പൊതുവെ ഒരുപാട് അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്റേൺഷിപ്പ് ഉണ്ട്. പക്ഷേ ഒരു മെക്കാനിക്കൽ ഒക്കെ ഒരു BTech മെക്കാനിക്കൽ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഒരു ഫാക്ടറിയിലാണല്ലോ. അവർ ആൾറെഡി അക്കാദമിക്സിലാണ് എന്തുള്ളത്, കോളേജിലാണ് ബാക്കി സമയത്ത്. അവർ ഒരു സെർട്ടൻലി അവരെന്ത് ചെയ്യണം, ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ പോയിട്ട് എന്ത് ചെയ്യണം, അവർ ഇന്റേൺഷിപ്പ് ചെയ്യണം. അപ്പൊ അത് ഓരോ ഫസ്റ്റ് ഇയറിൽ അവർക്ക് പോവാം. ഇപ്പം ഫസ്റ്റ് ഇയറിൽ തന്നെ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇയറിൽ തന്നെ അതൊരു ഇൻഡസ്ട്രിയൽ മാത്രമേ ഉണ്ടാവും. അത് ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ ഒരു പാഷൻ കാരണം ഇവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, യഥാർത്ഥത്തിൽ അത് നമുക്ക് എന്ത് ചെയ്യും, ഇവർ ഇൻഡസ്ട്രീസ് അതിന് റെഡിയാണ്. പൊതുവെ ഓപ്പണിങ്സ് എന്തുണ്ട്, നമ്മൾ കമ്പനീസിനെ കണ്ടെത്തി ബോഡീസ് ഉണ്ട്. ഇപ്പൊ നമ്മളെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ IEEE പോലത്തെ ബോഡീസ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ സ്റ്റുഡൻസ് മേ ബി അവര് നോക്കേണ്ട അങ്ങനത്തെ ബോഡീസ് ഇപ്പം ASME ഉണ്ട്, അമേരിക്കൻ സൊസൈറ്റി ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതുപോലെ തന്നെ അതുപോലെ ISRE, ഇന്ത്യൻ സൊസൈറ്റി ഫോർ ഹീറ്റിംഗ് റെഫ്രിജറേറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ് എഞ്ചിനീയേഴ്സ് പറഞ്ഞിട്ടുള്ള, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ ചില സ്റ്റുഡന്റ് ചാപ്റ്റേഴ്സ് കോളേജുകളിൽ ചിലയിടത്തൊക്കെ എന്തുണ്ട്, പിന്നെ ഇങ്ങനത്തെ SAE, സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ്, SAEയുടെ അതിന് ചില സ്റ്റുഡന്റ് ചാപ്റ്റേഴ്സ് ഒക്കെ എന്തുണ്ട് കോളേജുകളിലൊക്കെ ഉണ്ട്. അവർക്ക് ആ സ്റ്റുഡന്റ് ചാപ്റ്റേഴ്സ് മുഖേന നല്ല ഇൻഡസ്ട്രിയിലുള്ള ആളുകളെ വെച്ചിട്ട് സിമ്പോസിയങ്ങൾ, സെമിനാറുകളൊക്കെ സംഘടിപ്പിച്ച്, അതും എന്താണ് ഒരു സ്റ്റുഡന്റ് ആക്ടിവിസവും യഥാർത്ഥത്തിൽ എന്താണ് ഒരു ക്യാമ്പസിലെ സ്റ്റുഡന്റ് ആക്ടിവിസം യഥാർത്ഥത്തിൽ അവിടെയുള്ളൊരു പൊതുവെ എല്ലാവരും ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് എന്ത് ചെയ്യുക, പൊതുവെ ക്ലബ്ബുകളെയൊക്കെ കാണല്ലേ പൊതുവെ എഞ്ചിനീയറിംഗ്. അതിനപ്പുറത്ത് ഒരു ഇൻഡസ്ട്രി ലിങ്കിന് കൂടിയുള്ള എന്താണ്, ഇപ്പം ഞാൻ ഷിപ്പ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ അലുമിനി സൊസൈറ്റി ഉണ്ട്, DOSTA, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഷിപ്പ് ടെക്നോളജി അലുമിനി സൊസൈറ്റി. അവരൊരു 2 yearലൊരു സിമ്പോസിയം നടത്തുന്നു, DIMS ആണ്. ഈ ഓഗസ്റ്റിലുണ്ട്, 5-6 കൊച്ചിയിൽ വെച്ച്. അപ്പം അതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഒരു ഡൊമൈനിലുള്ള ഏറ്റവും എക്സ്പേർട്സ് ആയിട്ടുള്ള ഒരുപാട് ഇൻഡസ്ട്രി ആളുകളുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് ഇവരുമായിട്ട് നല്ല ലിങ്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരെന്ത് ചെയ്യുന്നത്, അവർ അതിന് ഉപയോഗപ്പെടുത്തുന്നത് ഏറ്റവും നന്നായിട്ട്. അപ്പം അതൊരു നല്ല ഇൻഡസ്ട്രിയൽ സിമ്പോസിയങ്ങളിലൊക്കെ അവർ പങ്കെടുക്കുകയും അവരായിട്ട് നമുക്ക് നേരെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും പലപ്പോഴും. കാരണം എല്ലാവരും ഒരു കോൺഫറൻസ് രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുമ്പോൾ അതിൽ ചിലപ്പോൾ CEO ഓഫ് എ കമ്പനി ഉണ്ടായിരിക്കും. അപ്പം അവരായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി ഈ ടീ ടൈമിലൊക്കെ നമുക്ക് എങ്ങനെ ഇന്ററാക്ട് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഇപ്പോൾ ഇലക്ട്രോണിക്സ് നമ്മൾ പഠിച്ചപ്പോൾ ഞാൻ IIT മദ്രാസിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇന്റലിലാണ് ഞാൻ പ്ലേസ്ഡ് ആയത്, അറിയാലോ. അപ്പോൾ ഇന്റൽ പോലത്തെ ഒരു കമ്പനി പോലും MTech ഉള്ള ആളുകൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. കാരണം MTech ഉള്ള ആളുകൾ കുറച്ചുകൂടി സബ്ജക്ട് നോളജ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു അഡ്വൈസ് നമ്മൾ BTech സ്റ്റുഡൻസ് നൽകുന്നുണ്ട്. അതായത് നിങ്ങളൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി MTech ചെയ്താൽ നിങ്ങളുടെ സാധ്യതകൾ വർദ്ധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ MTechന്റെ ഒരു സിനാരിയോ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ MTech ചെയ്യുന്ന സമയത്ത് കേരളത്തിലാകെ 20 സീറ്റാണ് MTechനുള്ളത് മെക്കാനിക്കലിൽ. അപ്പോൾ തൃശ്ശൂർ 5, TKM 5, അതുപോലെ തന്നെ CET ഒരു 3-4 ബ്രാഞ്ചായിട്ട് ഒരു 15 സീറ്റ് ഉണ്ട്. പിന്നെ കുറച്ച് RIC കുറച്ച് സീറ്റുകളുണ്ട്. അങ്ങനെ ഒരു മറ്റേ RIC അല്ലാതെ ആകെ 20 സീറ്റാണ് എന്തുള്ളത് ആ ഒരു സമയത്ത് MTechനുള്ളത്. പക്ഷേ പിന്നീട് എന്ത് ചെയ്തു, അത് MTech ഒരുപാട് സ്ഥലത്ത് വരികയും ഓരോ സ്ഥലത്തും 18 സീറ്റ് MTech ആണ് സീറ്റുള്ളത്. ഈ 18 സീറ്റുള്ള MTechകൾ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല കോളേജുകളിലും എന്താണ്
കുട്ടികൾ വളരെ കുറവാണ്. പബ്ലിക് സെക്ടറിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പറഞ്ഞു. ഇനി ഒരാൾക്ക് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. എന്തൊക്കെയാണ് ഒരു 4 ഇയർ ബിടെക് ചെയ്യുന്ന ഒരാൾ ഒരു പ്രൈവറ്റ് സെക്ടറിൽ മെക്കാനിക്കലിൽ പോകണം എന്നുണ്ടെങ്കിൽ അയാൾ ഫസ്റ്റ് ഇയർ മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? യഥാർത്ഥത്തിൽ അവർക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ, അപ്പം ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഇൻഡസ്ട്രിയൽ വിസിറ്റുകളാണ്. അപ്പം നമ്മളുടെ ഒരു ഏറ്റവും നല്ല ഇൻഡസ്ട്രികൾ, ഏറ്റവും മെക്കാനിക്കലിലൊക്കെയുള്ള ഏറ്റവും നല്ല ഇൻഡസ്ട്രികൾ, ഇപ്പം നമ്മൾ ചെന്നൈയിൽ പോയി കഴിഞ്ഞാൽ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി, അതുപോലെ തന്നെ ഒരു ഷിപ്പ് യാർഡ്, ഇതെല്ലാം എന്ത് ചെയ്യുക, ഒരു പവർ പ്ലാന്റുകൾ, അതുപോലെ ഒരു സ്റ്റീൽ ഇൻഡസ്ട്രികൾ, അതെല്ലാം വിസിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ യഥാർത്ഥത്തിൽ എന്താണ് ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരമാവധി വിസിറ്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ്. അത് കിട്ടാൻ എന്താ കുട്ടികൾ ചെയ്യേണ്ടത്? എപ്പോഴും ഇനേബിൾ ചെയ്യാൻ പറ്റുമോ? അത് ഏത് ഇൻഡസ്ട്രികൾ പൊതുവെ എന്താണ് ഈ വിസിറ്റുകളൊക്കെ എന്താണ് ഒരു സ്റ്റുഡിയസ് ആയിട്ടുള്ള താല്പര്യത്തോടു കൂടി വരുന്ന ഒരു കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാനാണ് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു 1 ഡേ വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തില്ല, അത് കുറച്ച് നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, അതെല്ലാം നമ്മൾ നോക്കണം. നല്ലൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ സേഫ്റ്റി ഷൂസ്, ഹെൽമെറ്റ് ചിലപ്പോൾ നമ്മൾ അവർ പ്രൊവൈഡ് ചെയ്യണം. നേരത്തെ പറഞ്ഞ മെയിലൊക്കെ ചെയ്ത് അവിടുത്തെ HR ഡിപ്പാർട്ട്മെന്റിലൊക്കെ ചെയ്തിട്ട് അത് എന്ത് ചെയ്യണം, അവർ ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾക്കുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അത് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പം റീസെന്റ് നമ്മളുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിലുള്ള ഗാർഡൻ റീച്ച് ഷിപ്പ് എഞ്ചിനീയറിംഗ് ഉണ്ട് കൊൽക്കട്ടയിലുള്ള, നമ്മൾ കുറച്ച് ഒരു 20 കുട്ടികളായിട്ട് ഞാൻ അക്കോമഡേറ്റ് ചെയ്ത് പോയിരുന്നു കുട്ടികളെ കൂടെ. അപ്പം അത് വളരെ നല്ലൊരു എക്സ്പോഷർ കുട്ടികൾക്ക് എന്ത് ചെയ്യും, യഥാർത്ഥത്തിൽ ഈ നമ്മളുടെ ഈ വാർ ഷിപ്പ് ടെക്നോളജി അങ്ങനെയുള്ള നേവൽ വെസൽസ് ഒക്കെ അവർ ബിൽഡ് ചെയ്യുന്നതിന് ഡിഫറെന്റ് സ്റ്റേജസ് ഒക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കാണാൻ പറ്റും. അത് മനസ്സിലായി. അപ്പൊ അത് യഥാർത്ഥത്തിൽ നമുക്കൊരു ഇൻഡസ്ട്രിയൽ ലിങ്ക് ഉണ്ടെങ്കിൽ എന്താണ് കുറച്ചുകൂടി അത് എളുപ്പത്തിൽ എന്ത് ചെയ്യും. കാരണം പലരും ചോദിക്കുന്നത് കൊണ്ട് പ്രൊഫസേഴ്സായിട്ടൊക്കെ കുട്ടികൾ ഒന്നുകൂടി കണക്ട് ചെയ്താൽ ഇത് ഒന്നുകൂടി ഇനേബിൾ ചെയ്യും. അതെ. ഇപ്പൊ നമ്മളുടെ ഇപ്പൊ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഏറ്റവും സീനിയർ പ്രൊഫസേഴ്സിനൊക്കെ ഇപ്പൊ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് സീനിയർ ആയിട്ട് ആ മാരിടൈം ഫീൽഡിലുള്ള ഒരു സാറാണ്. അപ്പൊ അദ്ദേഹം മുഖേനയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള അധ്യാപകർക്കും ഇൻഡസ്ട്രി കണക്ട് ഉള്ള ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റും. മുമ്പൊക്കെ ഞാൻ ഷിപ്പ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്ത് അന്നത്തെ പ്രൊഫസേഴ്സ് പറയായിരുന്നു ഓരോ സാറ്റർഡേയും ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഉണ്ടാവുമായിരുന്നു. ഓരോ സാറ്റർഡേയും അന്ന് ജർമ്മൻസ് ഒക്കെ അത് ഈ ചെയർഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തില് ഓരോ 1970s 80s ഈ സാറ്റർഡേ അവർക്ക് എന്തായിരുന്നു ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് ആയിരുന്നു. കേൾക്കുന്ന ഫാക്കൽറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കൾച്ചർ നമ്മുടെ കോളേജുകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. പ്ലസ് കുട്ടികളും ഇൻഡിവിജ്വലി തന്നെ അത്തരം വിസിറ്റ്സിന് ശ്രമിക്കണം. പിന്നെ നമുക്ക് മേ ബി വേണ്ടി ഇന്റേൺഷിപ്പാണ്. അവർക്ക് അതൊരു സെമസ്റ്റർ ബ്രേക്കിലോ ഒരു ഇയർ എൻഡ് ബ്രേക്കിലോ ഒക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈവൻ അവർക്ക് ഇന്റേൺഷിപ്പ് പോകാം. അപ്പൊ അത് ഒരു നമ്മൾ പൊതുവെ ഇപ്പം എന്താ വെച്ചാൽ ഈ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന അത് പൊതുവെ എന്താ വെച്ചാൽ റിസർച്ചിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, NIT IISc IIT-കളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, റിസർച്ച് ഇതിലൊക്കെ പോകാൻ പറ്റുന്ന അവർക്ക് ആ ഇന്റേൺഷിപ്പ് കഴിഞ്ഞാൽ അവർക്കൊരു പേപ്പർ കിട്ടും. അങ്ങനെ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് ഒരു പേപ്പർ, ഒരു ജേണൽ പേപ്പർ എഴുതാം. അത് അവർക്കൊരു ഹയർ സ്റ്റഡീസിന് എംബസിനൊക്കെ പോകുമ്പോഴോ റിസർച്ചിനൊക്കെ പോകുമ്പോഴൊക്കെ അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ ഒരു കോർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഇൻഡസ്ട്രി ജോബാണ് അവന് താല്പര്യം എങ്കിൽ അവൻ ഒരു ഇന്റേൺഷിപ്പിന് ഏറ്റവും നല്ലത് എന്താണ്, ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ പോകുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രികൾ എന്ത് ചെയ്യുന്നു, അവർ ഒരു ഈവൻ നമ്മൾ വളരെ നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇവർക്ക് ജൂൺ ജൂലൈ സമയത്തായിരിക്കും എന്ത് ചെയ്യുക, ഇവർക്ക് അധികം ഇയർ എൻഡ് ബ്രേക്ക് ഉണ്ടായിരിക്കുക. കുട്ടികൾ പലപ്പോഴും ഏപ്രിൽ ലാസ്റ്റിലൊക്കെയാണ് എന്ത് ചെയ്യുക, മെയിലൊക്കെയാണ് എന്ത് ചെയ്യുക, ഇങ്ങനെ ചോദിക്കുക ഇങ്ങനെ ഒരു ഇന്റേൺഷിപ്പ് കിട്ടുമോ എന്നുള്ളത്. അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു പ്രീമിയർ ഇൻഡസ്ട്രിയിൽ ആ കുട്ടികൾ അപ്ലൈ ചെയ്തു 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് എന്ത് ചെയ്തത്, പിന്നെ ഈ ഇന്റേൺഷിപ്പിനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തത്. അപ്പം ഒരുപാട് അപ്ലിക്കൻസ് ഉണ്ടായിരിക്കും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രികൾ. അപ്പൊ വളരെ നേരത്തെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ അപ്ലൈ ചെയ്ത്. പ്രൈവറ്റ് കമ്പനീസ് ഒക്കെ ഇന്റേൺഷിപ്സ് കൊടുക്കാറുണ്ടോ? പ്രൈവറ്റ് കമ്പനികളിലും ഇന്റേൺഷിപ്പിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തുണ്ട്, അവർ പ്രൊജക്ട് ചെയ്യാനൊക്കെ ഉള്ള, പിന്നെ പ്രൊജക്ട് ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഞങ്ങൾ തന്നെ മെക്കാനിക്കൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഫൈനൽ ഇയർ പ്രൊജക്ട് നമ്മൾ കാർബൺ യൂണിവേഴ്സൽസ് എന്നുള്ള ഒരു കമ്പനിയിലാണ് എറണാകുളം ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളുടെ ഈ എമരി പേപ്പർ, സാൻഡ് പേപ്പർ ഒക്കെ അവർ മാനുഫാക്ചർ ചെയ്യുന്ന, അപ്പൊ നമുക്ക് അവിടുത്തെ ഒരു ഫെസിലിറ്റി ലേഔട്ട് പ്ലാനിങ്, അത് ഒരു ഇൻഡസ്ട്രിയൽ ലേഔട്ട് ഉണ്ടാവുമല്ലോ ഫാക്ടറിന്റെ. അപ്പൊ അതിൽ സം മോഡിഫിക്കേഷൻസ് ഒക്കെ സജസ്റ്റ് ചെയ്യാൻ അവർക്ക് എന്താ വെച്ചാൽ എപ്പോഴും യങ് മൈൻഡ്സിന്റെ ഐഡിയാസ് വരണം എന്നുള്ളത് പലപ്പോഴും എന്താണ്, കാരണം അവരെന്നും ഇത് കാണുന്നതാണ്. അപ്പം ഒരു നമുക്കൊരു പ്രോബ്ലം, അവരുടെ റിയൽ പ്രോബ്ലം നമ്മളോട് പറയുകയും നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്പാർക്ക് അവർക്ക് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് നല്ലതാണ്. അപ്പൊ അത് ഇതിനോട് താല്പര്യം വേണം. ഈ പറഞ്ഞ പോലെ താല്പര്യം ഉണ്ടായിട്ട് നമ്മൾ നന്നായി പഠിച്ച് നമ്മൾ ആളുകളായിട്ട് കണക്ട് ചെയ്യുക, ഇതാണ് മേ ബി ഇതിന്റെ ഒരു ബേസിക് എലമെന്റ് എന്നുണ്ട്. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക്
ഇന്റേൺഷിപ്സ് അടക്കം നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ നേരത്തെ പ്ലാൻ ചെയ്ത് നേരത്തെ ആലോചിച്ച് തുടങ്ങണം, നമ്മൾ ലാസ്റ്റ് ആലോചിച്ചാൽ പോരാ. പിന്നെ ഈ ജോബ്സിലോട്ട് നമ്മൾ വരുമ്പോൾ ഒരു എംടെക് എടുക്കുന്നിടത്ത് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടോ ഇന്നത്തെ കാലത്ത്? അല്ലെങ്കിൽ എംടെക് എടുക്കുകയാണെങ്കിൽ എവിടെ നിന്നൊക്കെ നമുക്ക് എടുക്കണം എന്നുള്ളത് ഒരു കാര്യം. ഇപ്പൊ ഒരു ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹയർ സ്റ്റഡിയിലേക്ക് നോക്കുമ്പോൾ 2-3 സ്ട്രീമിൽ അവർക്ക് പോവാം ഹയർ സ്റ്റഡി. ഇപ്പൊ ഒന്ന് ഇപ്പം നമുക്ക് നമ്മുടെ ഒരു മാരിടൈം സെക്ടറിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം IMU PGDME പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മറൈൻ എഞ്ചിനീയറിംഗ് IMU മുംബൈ ക്യാമ്പസിലുണ്ട്. പൊതുവേ GME എന്ന് പറയും, ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയറിംഗ് എന്നുള്ള പ്രോഗ്രാം. ഇപ്പൊ കൊച്ചിൻ ഷിപ്പ്യാർഡൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയറിംഗ് എന്നുള്ള പ്രോഗ്രാം. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാം, ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് ഈക്വലന്റ് ആയിട്ട് ഒരു ഷിപ്പിൽ എഞ്ചിനീയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അതൊരു ഹയർ സ്റ്റഡിയുടെ എന്താണ് ഒരു വേർഷനാണ്, ഒരു GME പ്രോഗ്രാം ചെയ്യാന്നുള്ളത്. ഒരു 1 year പ്രോഗ്രാം ചെയ്യുന്നു, പിന്നെ കുറച്ച് സെയിൽ ചെയ്യുന്നു എന്നുള്ളത്. ജോബ് നേരെ കിട്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഹയർ സ്റ്റഡിയാണ്. അത് മെക്കാനിക്കലുകാർക്ക് പോവാം, മെക്കാനിക്കൽ അലൈഡ് ബ്രാഞ്ചുകൾ ഉണ്ടാവും, പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ, ഇൻഡസ്ട്രിയൽ, അങ്ങനത്തെ. അതുപോലെ തന്നെ നാവൽ ആർക്കിടെക്ചർ കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറൈൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ GME പ്രോഗ്രാംസ് ഉള്ള എന്താണ്, അത് ഒരു ടൈപ്പ് ഓഫ് ഏരിയയാണ്. രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് ആ കുട്ടികൾ പോകുന്നത് എന്താ വെച്ചാല്, പൊതുവെ ബിടെക്കാർ IIMകളിലേക്ക് പോകുന്നുണ്ടല്ലോ, കാറ്റൊക്കെ എഴുതിയിട്ട്. അത് ഒരു ബിടെക് IIM എന്നുള്ളത്. അതിൽ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുകാർക്ക് കുറച്ചുകൂടി എന്തുണ്ട്, കുറച്ചും കൂടി അവരൊരു ഈ ഇൻഡസ്ട്രി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരുപാട് സബ്ജക്റ്റുകളിൽ പെട്ട നമ്മുടെ ഓപ്പറേഷൻ റിസർച്ച്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കലിന്റെ മെഷീൻ ഡിസൈൻ, അത് മാനുഫാക്ചറിങ്, തെർമൽ, ഇൻഡസ്ട്രിയൽ, ഇങ്ങനെ 4 സ്ട്രീമിലെ ഒരു പ്രധാനപ്പെട്ട സ്ട്രീമാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. അപ്പൊ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷീനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞതെങ്കിലും മെക്കാനിക്കലുകാരെ മെഷീന്, മെക്കാനിസം, മോഷൻ, ഇതൊക്കെയാണ് ഇൻട്രസ്റ്റിംഗ് എങ്കിൽ പോലും ഈ മെഷീൻ എങ്ങനെ മാൻ ഉപയോഗിക്കുന്നു, മാൻ മെഷീൻ കോൺഫ്ലിക്ട്സ്, മാൻ മെഷീൻ, അതായത് ഒരു മെഷീന് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന് ഒരു കമ്പനിയായിട്ട് നന്നായി എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഒപ്റ്റിമൈസ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, വേസ്റ്റ് കുറച്ച്, കോസ്റ്റ് കുറച്ച്, ടൈം കുറച്ച് ഒരു ഇൻഡസ്ട്രിയോ മെഷീനോ വർക്ക് ചെയ്യുന്ന എന്നുള്ളതാണ്. അതാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് വരുന്നത്. ഇപ്പൊ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് യഥാർത്ഥത്തിൽ നമ്മളെ ഈ PG നമ്മുടെ MBAയിലൊക്കെ ഉള്ള ഒരുപാട് ഏരിയകളിലോട് എന്തുണ്ട്, നല്ല റിലേഷൻ ഉണ്ട്. അപ്പൊ മെക്കാനിക്കൽ കഴിഞ്ഞ് MBA എടുക്കുക എന്നുള്ളത് പോലെ IIMലൊക്കെ പോയി കാറ്റ് എടുക്കുന്ന നല്ല ഒരു, കാരണം ഇവർക്ക് ആൾറെഡി ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ഒപ്റ്റിമൈസേഷൻ, OR, ഓപ്പറേഷൻ റിസർച്ച്, ഇതിലെല്ലാം എന്തുണ്ട്, പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, ഇതെല്ലാം ഇവർ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് വളരെ നല്ലൊരു അതാണ് രണ്ടാമത്തെ ഒരു സ്ട്രീം. മൂന്നാമത്തെ ഒരു സ്ട്രീമാണ് ഒരു റൂട്ടാണ് എംടെക് തന്നെ, പ്യുവർ കോർ എഞ്ചിനീയറിംഗിലേക്ക് തന്നെ പോകുക എന്നുള്ളത്, എംടെക്കിന് പോകുക എന്നുള്ളത്. അപ്പൊ എംടെക് പൊതുവെ എന്താണ്, ഇപ്പോ ഭയങ്കര അട്രാക്റ്റീവ് ഫീൽഡ് അല്ല. എംടെക്കിന് ഒരു സീറ്റ്, എനിക്കൊരു എംടെക്കിന് ജോയിൻ ചെയ്ത് വേണം എന്ന് പറഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും, കാരണം 18 സീറ്റുള്ള, പണ്ടൊക്കെ ആകെ കേരളത്തിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് 20 സീറ്റാണ് കേരളത്തിൽ ആകെ ഉള്ളത്. ഒരു 5 സീറ്റ് തൃശ്ശൂര്, 5 സീറ്റ് TKMല് എംടെക്കിന്, പിന്നെ CETയിൽ 10-15 സീറ്റ്, അങ്ങനെയാണ് ഉള്ളത്. പിന്നെ അതെ. ഇപ്പൊ ഒരു കോളേജിൽ തന്നെ 18, അങ്ങനെ തന്നെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഉണ്ട്. ഈ 18 സീറ്റുള്ള ഒരു എംടെക് കോളേജിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ 3-4 കുട്ടികളെ എന്തുള്ളൂ, പല ബ്രാഞ്ചിലും എന്തുള്ളൂ പഠിക്കുന്നു. അപ്പൊ എംടെക് എന്നുള്ളത് ഈവൻ നല്ല സ്ഥാപനങ്ങളിൽ പോലും എംടെക്കിന് ആളുകളെ കിട്ടാൻ എന്തുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ എംടെക് ചൂസ് ചെയ്യാം, പക്ഷേ പ്ലേസ്മെന്റ് ഉള്ള എംടെക് ചൂസ് ചെയ്യണം. അതായത് മേ ബി IIT, NIT ആ ലെവലുള്ള കോളേജസിലാണ് നമ്മൾ എംടെക്കിന് പോകുന്നത്. എംടെക് അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഈവൻ അവിടെയും പ്രശ്നമുണ്ട്. അവിടെയും അവിടെ എംടെക്കിൽ നോക്കുമ്പോൾ ബിടെക്കിന് ഇൻസ്റ്റിറ്റ്യൂഷൻ ലാബിൽ ഭയങ്കര പ്രധാനമാണ്. പക്ഷെ എംടെക്കിൽ അതിലേറെ പ്രധാനം എന്താണ്, ആ IITയിലെ ആ ബ്രാഞ്ചിന് പ്ലേസ്മെന്റ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അല്ലെങ്കിൽ അവനെ എംടെക് മാത്രമായിട്ടാണ് എന്ത് ചെയ്യാൻ തിരിച്ചു വരിക. അല്ലെങ്കിൽ ആ NITയിലെ ആ ഒരു ബ്രാഞ്ചിന് എന്തുണ്ടോ പ്ലേസ്മെന്റ്, അവിടെ ആ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാച്ചർ, ലാസ്റ്റ് 2-3 ഇയേഴ്സിൽ അവിടുത്തെ പ്ലേസ്മെന്റ് എന്താണ്. നമ്മൾ എംടെക്കിന് പോകുന്നതിന് മുമ്പ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം കുസാറ്റില് 2 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പം സേഫ്റ്റി, അവിടുത്തെ ബിടെക് സേഫ്റ്റി എഞ്ചിനീയറിംഗ്, അവിടെ എംടെക് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഉണ്ട്. അതുപോലെ ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ എന്തുണ്ട്, ബിടെക് കമ്പ്യൂട്ടർ എയ്ഡഡ് സ്ട്രക്ചർ അനാലിസിസ് ആൻഡ് ഡിസൈൻ ഉണ്ട്. ഈ 2 എംടെക്കിന് ഓൾമോസ്റ്റ് 100% പ്ലേസ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെ എന്തുണ്ട്, കാരണം ബിടെക്കിൽ ആൾറെഡി എന്തുണ്ട് 100% പ്ലേസ്മെന്റ് ഉള്ളത് കൊണ്ട്, പിന്നെ എംടെക്കുകാരും ഏകദേശം അതേ ഇൻലൈനിൽ പഠിക്കുന്നത് കൊണ്ട്, ഇൻഡസ്ട്രി നീഡ് ഉള്ളത് കൊണ്ട് അവർക്ക് എന്തുണ്ട് പ്ലേസ്മെന്റ്സ് ഉണ്ട്. അപ്പം എംടെക്കിന് പോകുമ്പോൾ പ്ലേസ്മെന്റ്സ് എന്നുള്ളത് എന്താണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം എല്ലാ കോളേജുകളിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എന്തുണ്ടാവണമെന്നില്ല, ആ പ്ലേസ്മെന്റ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട. പിന്നെ വേറെ കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, എംടെക് ലെവലിൽ പ്ലേസ്മെന്റ് എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ട് ഉണ്ടായി വരുന്നതല്ല. അവിടെ കുട്ടികളും ഇൻസ്റ്റിറ്റ്യൂട്ടും ഡിപ്പാർട്ട്മെന്റും എല്ലാവരും കൂടി ചേർന്ന് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ പ്ലേസ്മെന്റ്സ് ഉണ്ട്. അപ്പൊ പ്ലേസ്മെന്റ്സ് ഒരു PG ലെവലില് പ്ലേസ്മെന്റ്സ് ഉണ്ടാവുക. പ്ലേസ്മെന്റ് നിരക്ക് എന്താണ്,
ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ടാക്കാൻ വേണ്ട. അപ്പം അങ്ങനെ കുട്ടികൾ തന്നെ ഇപ്പം അവിടെ എംടെക് എസ്ആർഡുകാർ പ്ലേസ്മെന്റ് കമ്പ്യൂട്ടർ രജിസ്റ്റർ അവർ തന്നെ എന്ത് ചെയ്തു പ്ലേസ്മെന്റ് ബ്രോഷർ ഇനീഷ്യേറ്റീവ് എടുക്കണം. ഇവിടെ പ്ലേസ്മെന്റ് ഒന്നും ഇല്ല എന്ന് വളരെ ഡിക്ലെയർ ചെയ്യാൻ എന്താണ് വളരെ എളുപ്പമാണ്. യഥാർത്ഥത്തിൽ പ്ലേസ്മെന്റ് പുതിയൊരു കാലഘട്ടത്തിൽ എവിടെ ബിടെക് ആയാലും എംടെക് ആയാലും ശരി പ്ലേസ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട കാര്യമാണ്. സ്റ്റുഡൻസ് അല്ല, ഇതിൽ സ്റ്റുഡന്റ് ഇനിഷ്യേറ്റീവ് കൂടി വേണമെന്ന് ഞാൻ പറഞ്ഞത്. സ്റ്റുഡൻസ് നമ്മളെ പ്ലേസ്മെന്റ് നമുക്കാണല്ലോ ജോലി. അധ്യാപകരോട് ആൾറെഡി ജോലിയുണ്ട്. അപ്പം നമുക്ക് കിട്ടേണ്ട ജോലി നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ഇനിഷ്യേറ്റീവ്. IITസിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലേസ്മെന്റ് ഓഫീസുകൾ ഉണ്ടെങ്കിൽ പോലും പ്ലേസ്മെന്റ് സെൽസ് റൺ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. ആ സ്റ്റുഡൻസ് അലുമിനസുമായി കണക്ട് ചെയ്യുന്നു, അവരുമായി സംസാരിക്കുന്നു, അവരെ കമ്പനീസിന് ഇങ്ങോട്ട് വരാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു. ആ പ്രോസസ് ഒരു ഇയർ ത്രൂ ചെയ്യുന്നുണ്ട് ലാസ്റ്റ്. അതുകൊണ്ടാണ് ഈവൻ IITസിൽ ഇത്രയും പ്ലേസ്മെന്റ്. അതെ. അപ്പൊ ആ ഒരു കൾച്ചർ നേരിടുന്ന തന്നെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈവൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ ടയർ 2 ടയർ 3 ഏത് കോളേജുകളായാലും ശരി, ഈ ഒരു ഇനീഷ്യേറ്റീവ് കുട്ടികൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് അധ്യാപകർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെയും പ്ലേസ്മെന്റ് കിട്ടും. യെസ്. അപ്പോൾ ഇനി നമ്മൾ ഒരു മേ ബി ഹയർ സ്റ്റഡീസിന്റെ ഒരു അതർ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ അബ്രോഡൊക്കെ PhD അല്ലെങ്കിൽ റിസർച്ച് ഇതിന് എത്രത്തോളം സാധ്യതകളാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനുള്ളത്? നമ്മളൊരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോർ ബ്രാഞ്ച് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും എന്തുണ്ട് മെക്കാനിക്കൽ പഴയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ആയതുകൊണ്ട് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇതെല്ലാം ആദ്യത്തെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ആയതുകൊണ്ട് എല്ലായിടത്തും നല്ല ഏത് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും, നല്ല റിസർച്ചും ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് ഒരു നല്ല PGയും കുറച്ച് പബ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് ഫെലോഷിപ്പോട് കൂടി തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് നല്ല സ്റ്റൈപ്പൻഡോട് കൂടി തന്നെ. അത് എവിടെയൊക്കെയാണ് ഇപ്പൊ ഇന്ത്യയിൽ ചെയ്യുന്നതിന് സാർ ഇവിടുന്നാണ് പഠിച്ചത്, ഇന്ത്യയിൽ ചെയ്യുന്നതിന് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ അതോ വിദേശത്ത് പോകുന്നതിനോട് റെക്കമെൻഡ്? എപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വരെ ഒരു വേൾഡ് റാങ്കിങ്ങിൽ ഒരു 100ന്റെ നമ്മൾ IITs വരെ ഒരു 100+ 100 to 150 റേഞ്ചിലാണ് വരുന്നത്. അപ്പൊ ഇവർക്ക് ഒരു ഫസ്റ്റ് 100ൽ വരുന്ന ഒരു വേൾഡ് റാങ്കിങ് വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുകയാണെങ്കിൽ എപ്പോഴും എന്താണ് ഇന്ത്യയിൽ പ്രിഡോമിനന്റ്ലി ഇതൊക്കെ UG ഇപ്പൊ IITs NITs ഒക്കെ UGക്കാണ് അല്ലേ? അതെ റിസർച്ചിനൊക്കെ. അതെ അവരുടെ ഒരു പ്രീമിയം കോഴ്സ് എന്താണ്? അങ്ങനെ ഒരു റിസർച്ചിന് പോവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഈസിലി $2,000 to $3,000, അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൽ 2-3 ലക്ഷം രൂപ ഒരാൾക്ക് മാസം സ്റ്റൈപ്പൻഡ് വാങ്ങാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? അതെ അവർക്ക് സ്റ്റൈപ്പൻഡുകൾ കിട്ടും. അപ്പൊ അങ്ങനെ എയിം ചെയ്യുന്ന ഒരാൾ ഇപ്പൊ നല്ലൊരു അട്രാക്റ്റീവ് ഓപ്ഷൻ ആണല്ലോ. ഇന്ത്യയിൽ നിൽക്കേണ്ട നിങ്ങൾക്ക് പുറത്ത് പോയി നിങ്ങൾക്ക് മേ ബി സെറ്റിൽ ആവാനോ അല്ലെങ്കിൽ അവിടെ 5 വർഷം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പഠിക്കാനോ ഈവൻ ഏൺ ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള സ്റ്റുഡന്റ് ഒരു ബിടെക് കാലത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അവര് ഇപ്പം ബിടെക് വെച്ചിട്ട് തന്നെ എന്തുണ്ട്, ഇപ്പൊ നേരെ ഡയറക്റ്റ് PhD അഡ്മിഷൻസ് പലയിടത്തുണ്ട്. അല്ലെങ്കിൽ പിന്നെ എംടെക് നല്ല സ്ഥലത്ത് മാസ്റ്റേഴ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ നല്ല സ്ഥലത്ത് എംടെക് ചെയ്യുന്നു, നല്ലൊരു IITയിലോ NITയിലോ എംടെക് ചെയ്യുന്നു. എന്നിട്ട് അവര് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രപ്പോസൽ എല്ലാം ഉണ്ടാക്കി യൂണിവേഴ്സിറ്റികൾ നോക്കി അതൊരു നല്ലൊരു പ്രോസസ്സാണ് ആക്ച്വലി. എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ നല്ല ഒരു ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ഫ്രം സം ഫാക്കൽറ്റി അവരുടെ പ്രൊഫസേഴ്സിന്റെ അടുത്ത് നിന്നെല്ലാം ഇതെല്ലാം എടുത്തിട്ട് ഒരു നല്ലൊരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാലാണ് അതും യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകള് എല്ലാം ഇപ്പം സെയിം ലെറ്റർ എല്ലായിടത്തും കൊടുക്കും. അതുപോലെ സെയിം നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രപ്പോസൽ എല്ലാ യൂണിവേഴ്സിറ്റിയിലും കൊടുക്കും. അതുപോലെ തന്നെ പലതും നമ്മൾ AI ജനറേറ്റ് ചെയ്തായിരിക്കും. പക്ഷെ പലപ്പോഴും പ്രൊഫസേഴ്സിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയാം, ഇത് അവർ തന്നെ സ്വയം ഉണ്ടാക്കിയതാണോ, ഈ പ്രൊഫസറുടെ പ്രൊഫൈൽ ഇവരൊക്കെ നോക്കി ഇവരെ റിസർച്ച് ഒക്കെ നോക്കി ഉണ്ടാക്കിയതാണോ അല്ലേ എന്നുള്ളതൊക്കെ പലർക്കും കണ്ടെത്താൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, അവിടെ എന്തൊക്കെയാണ് ഹാപ്പൻ ചെയ്യുന്നത്, ആ പ്രൊഫസർ എന്താണ് യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നത്, അതെല്ലാം ക്ലോസ്ലി ഒബ്സർവ് ചെയ്ത് പർട്ടിക്കുലർ ആയിട്ടുള്ള അവർക്ക് വേണ്ടിയുള്ള പ്രപ്പോസലൊക്കെ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അതൊരു പ്രോസസ്സാണ്. അതിലൊരു കുറെ റിജക്ഷൻ ഉണ്ടായിരിക്കും. അതിൽ മടുപ്പ് വരാതെ എന്ത് ചെയ്യണം, അത് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യാന്നുള്ളതാണ് അവരുടെ ക്ഷമയോടുകൂടി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നല്ല സ്ഥലങ്ങളിൽ. ഇപ്പൊ നമ്മൾ പലപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ NITയിൽ ഞാൻ NIT പഠിക്കുന്ന സമയത്തുള്ള കുട്ടികൾ, അന്നത്തെ കുട്ടികളൊക്കെ ചിലപ്പോൾ അവര് എങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ട് എനിക്കൊരു ലെറ്റർ തരുമോ, നമ്മൾ ലെറ്റർ കൊടുക്കും, നമ്മൾ അവരെ കുറിച്ച് എഴുതി കൊടുത്തു, അവർക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. നല്ല US യൂണിവേഴ്സിറ്റികളിലൊക്കെ അവർക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ US പൊതുവെ മുമ്പ് പോകാറുണ്ടായിരുന്നു. ഇപ്പൊ മിഡിൽ ഈസ്റ്റിൽ പല യൂണിവേഴ്സിറ്റീസും വരുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച് ഫവാസാറിന്റെ ഒപ്പീനിയൻ എന്താണ്? അവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം മിഡിൽ ഈസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം കോസ്റ്റ് കിൻ അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് കോസ്റ്റ്. അതെ അപ്പൊ കോസ്റ്റ് ഒരു അത്യാവശ്യം നല്ലൊരു റിസർച്ചിൽ അത്യാവശ്യം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ KFUPM ഉണ്ട്, പിന്നെ കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം എന്നുള്ള മിനറൽസ്, ആ ഒരു KFUPM. ഇത് രണ്ടുമാണ് ഒരു യഥാർത്ഥത്തിൽ അവിടെ ഇപ്പൊ ഒരു ലീഡിംഗ് ആയിട്ടുള്ള സൗദി യൂണിവേഴ്സിറ്റികൾ. UAEയിലോ അല്ലെങ്കിൽ പിന്നെ UAEയിലൊക്കെ ഇപ്പം ദുബായിൽ ചില യൂണിവേഴ്സിറ്റികളുണ്ട്, ദുബായ് യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള ചില യൂണിവേഴ്സിറ്റികൾ എന്തുണ്ട്, അവിടെയൊക്കെ ഇപ്പം മലയാളികളും ആൾറെഡി എന്തുണ്ട് റിസർച്ചേഴ്സ് ആയിട്ടും ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ക്യാമ്പസുകൾ തുടങ്ങുന്നുണ്ട്.
അപ്പൊ അത്തരം ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. അപ്പൊ നമ്മളങ്ങനെ ഒരൊറ്റ ഒരു ഫ്രെയിമിൽ പോകുന്നതിന് പകരം ഇതിനെ കുറിച്ചൊക്കെ നമ്മളൊന്ന് ഒരു ബിടെക് സമയത്ത് ആലോചിക്കുക, നമ്മൾ ഇതിനെ കുറച്ച് പ്ലാനിങ് നടത്തി കഴിഞ്ഞാൽ, പ്ലാനിങ് ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കുള്ളൂ. ഇനി ജനറലി ഒരു ബിടെക് കഴിഞ്ഞാൽ അപ്സ്കില്ല് ചെയ്യാവുന്ന പല ഏരിയാസ് ഇപ്പൊ മെക്കാനിക്കൽ ഉണ്ടല്ലോ, അത് അത്തരം ചില ഏരിയാസ് ഒക്കെ എന്തെല്ലാം ആയിരിക്കും? ഇപ്പൊ നേരത്തെ മറൈൻ എഞ്ചിനീയറിംഗ് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു, അതല്ലാത്ത വേറെ എന്തെങ്കിലും ഫീൽഡുകൾ നമുക്ക് ജനറലി ജോബ് പെട്ടെന്ന് കിട്ടാവുന്ന ഫീൽഡുകൾ ഏതൊക്കെയാണ്? ഇപ്പം മെക്കാനിക്കൽ കഴിഞ്ഞാൽ ആളുകൾക്ക് ഇപ്പം ഓട്ടോമോട്ടീവ് ഫീൽഡിലേക്ക് പോവാം, അത് ഓട്ടോമൊബൈൽ ഫീൽഡിലേക്ക് പോവാം. ഇപ്പൊ EV അതുപോലെ ഇപ്പം എമർജിങ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവർക്ക് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് അങ്ങനത്തെ അതിലൊക്കെ ഹയർ സ്റ്റഡീസുകൾ പല IIT-കളും എയറോസ്പേസ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ട്. എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് IIT ഖരഗ്പൂരിലുണ്ട്, പലയിടത്തും ഉണ്ട്. അവിടെയൊക്കെ അവർക്ക് അങ്ങനെ പോകാൻ പറ്റും. പിന്നെ അതുപോലെ ഇവർക്ക് പറ്റുന്ന ഇവരുടെ ഒരു ജോബ് ഇപ്പൊ ഒരു മിഡിൽ ഈസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ത് ജോബാണ് ചെയ്യുക എന്നുള്ളത് നമുക്കൊരു ജോബ് അഡ്വർടൈസ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്കൊരു ഇപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മെക്കാനിക്കൽ എഞ്ചിനീയർ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും നമുക്കിങ്ങനെ ഒരു വലിയൊരു പേജിൽ എന്തുണ്ടായിരിക്കും, അഡ്വർടൈസ്മെന്റ്സ്, ഓവർസീസ് അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ വരും. ഇത് വെറുതെ നോക്കിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് അവർ ക്വാളിഫിക്കേഷൻ, എന്ത് ചെയ്യുന്നത്, എന്ത് ചെയ്യണം, എന്ത് എക്സ്പീരിയൻസ്, എന്ത് പോസ്റ്റിലേക്കാണ് ഇവരെ വിളിക്കുന്നത് എന്നുള്ള എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നമ്മൾ സ്വയം എന്ത് ചെയ്യുക, മോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. മിഡിൽ ഈസ്റ്റിൽ ഒന്ന് കൺസ്ട്രക്ഷൻ പ്ലസ് ഫാക്ടറീസ് നന്നായിട്ട് വരുന്ന സ്ഥലങ്ങളാണ്. അതെ അതെ. അവിടെ ഈ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട മെഷീനറീസ് അല്ലെങ്കിൽ ഇപ്പോ AC അല്ലെങ്കിൽ മെക്കാനിക്കലർ വരാണെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ മെക്കാനിക്കലർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്ന് HVAC, ഹീറ്റിംഗ് വെന്റിലേറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ് എഞ്ചിനീയേഴ്സ്. അവരാണ് എന്താ വെച്ചാൽ ഒരു ബിൽഡിങ്ങിന് വേണ്ട AC ഡിസൈൻ, അതിന്റെ ഡക്ട് ഡിസൈൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ അതിന്റെ തന്നെ കുറച്ചും കൂടി ഒരു വലിയ ഏരിയയാണ് MEP, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്. അപ്പൊ എന്താ വെച്ചാൽ മെക്കാനിക്കൽ HVAC സിസ്റ്റത്തിന്റെ ഡിസൈൻ വരും, അതുപോലെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ വരും. പിന്നെ ഇലക്ട്രിക്കൽ വയറിങ്, അതുപോലെ ഇലക്ട്രിക്കൽ ജനറേറ്റേഴ്സ്, അതിന്റെ അപ്ലയൻസസ്, ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, അതുപോലെ തന്നെ പ്ലംബിംഗ്, വാട്ടർ, സീവേജ്, അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ, അതിനെല്ലാം പിന്നെ അതിന്റെ എല്ലാം സർക്യൂട്ടുകളെല്ലാം ഇതെല്ലാം കൂടി ഒരു ബിൽഡിങ്ങിൽ വരുന്ന അതാണ് MEP. അപ്പൊ ഈ MEPക്ക് ചില ഷോർട്ട് ടൈം കോഴ്സസ് ഒക്കെ എന്തുണ്ടായിരിക്കും അവർക്ക്. അപ്പം അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, MEPയിലെ ഒരു MEP എഞ്ചിനീയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, HVAC എഞ്ചിനീയർ, അതിന്റെ കൂടെ ഒരു ബ്രോഡർ ലെവലില് MEP എഞ്ചിനീയർ എന്നുള്ള ലെവലിലേക്ക് ഒരു പോകാൻ പറ്റും. അതിന്റെ കൂടെ കുറച്ചും കൂടി ഒരു ബ്രോഡർ ലെവലുണ്ട് BIM, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്. ഇപ്പൊ ഒരു എമർജിംഗ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പൊ അതെന്താ വെച്ചാൽ സിവിൽ എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്ചർ കുട്ടികളൊക്കെ ഇപ്പം ഞാനിപ്പോ വളരെ അടുത്ത് NIT ആർക്കിടെക്ചർ കഴിഞ്ഞ ഒരു പയ്യനെ വിളിച്ചപ്പം അവനിപ്പോ UK എന്ത് ചെയ്യാണ്, മാസ്റ്റേഴ്സ്. അപ്പൊ ഏതിലാണ് ചെയ്യുന്നത് വെച്ചപ്പം ഞാൻ ബിൽഡിംഗ് ഇൻഫർമേഷൻ ബോർഡിൽ. മെക്കാനിക്കൽ അവൻ ആർക്കിടെക്ചർ ആണ്, പക്ഷെ അത് കുറച്ചും കൂടി മെക്കാനിക്കലർക്കും പറ്റും, സിവിലുകാർക്കും പറ്റും, ആർക്കിടെക്ചർക്കും. അതായത് ഒരു ബിൽഡിങ്ങിന്റെ മൊത്തത്തിലുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു നമ്മൾ. ഈവൻ അതിൽ ഇലക്ട്രിക്കൽ ആസ്പെക്ട്സ് ഉണ്ടാവും, ആർക്കിടെക്ചറൽ ആസ്പെക്ട്സ് ഉണ്ടായിരിക്കും, മെക്കാനിക്കൽ MEP ആസ്പെക്ട്സ് ഉണ്ടാവും. ഇതെല്ലാം കൂടി നമ്മൾ മോഡൽ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അതിപ്പം ഒരു സോഫ്റ്റ്വെയർ ബേസ് ചെയ്തിട്ട് നമ്മൾ ബിൽഡിംഗ് വിഷ്വലൈസ് ചെയ്യുന്നു, അതിന്റെ ഈവൻ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു. ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് ഒക്കെ എന്താണ് ഒരു കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഒരു ഏരിയ ആണ്. അതുപോലെ ഒരു മെക്കാനിക്കലുകാർക്ക് പിന്നുള്ള ഒരു ഏരിയ മിഡിൽ ഈസ്റ്റിലുള്ള NDT, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്. നമ്മളൊരു മെറ്റീരിയൽ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നോൺ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, പണ്ട് നമുക്ക് എന്താ വെച്ചാൽ അധികം ഒരു ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ആണ്, കംപ്രഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ UTM, യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ വെച്ച ടെൻസൈൽ. അതൊക്കെ വെച്ചാൽ മെറ്റീരിയൽ ഫ്രാക്ചർ ചെയ്തിട്ട് എത്ര സ്ട്രെങ്ത് ഉണ്ട് നോക്കുകയാണ്. ഇപ്പം ഈ അൾട്രാസോണിക് മെത്തഡോളജി ഒക്കെ എന്തുണ്ട്, അതിൽ മാഗ്നറ്റിക് പാർട്ടിക്കൽ ടെസ്റ്റിംഗ് ഒക്കെ പറഞ്ഞിട്ട് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ഉണ്ട്. ഒരു കാര്യം കേട് വരാതെ അതിന്റെ സ്ട്രെങ്ത് നോക്കാം. അപ്പൊ NDTയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് ഓപ്പർച്യൂണിറ്റി. അതിന്റെ ചില സർട്ടിഫിക്കറ്റ്, ഇപ്പൊ അമേരിക്കൻ സൊസൈറ്റി ഫോർ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ASNT, അതിന്റെ ലെവൽ 2, ലെവൽ 3 എന്നൊക്കെ പറയുന്നുണ്ട്, സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ NDTയിലേക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മെക്കാനിക്കലുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് പോകാൻ പറ്റും. MEP, അതുപോലെ തന്നെ HVAC, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്, ഇങ്ങനെയുള്ള ഏരിയ. പിന്നെ ക്വാളിറ്റി അഷുറൻസ്, QA/QC എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റ് ഉണ്ടാവും, എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റിലേക്ക്. അതെന്താ വെച്ചാൽ നമുക്കൊരു പ്രോഡക്റ്റ് മാനുഫാക്ചർ കഴിഞ്ഞാൽ അതൊരു ക്വാളിറ്റി, ഇൻസ്പെക്ഷൻ, 6 സിഗ്മ ലിമിറ്റ്, അങ്ങനെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ അതിൽ വരുന്നുണ്ട്. പക്ഷെ ആ QA/QC എഞ്ചിനീയർ അവർക്ക് അതിന് ചിലപ്പോൾ ISOയുടെ ചില ISO 9001, 14001 അങ്ങനെയൊക്കെയുള്ള ചില ISO ലീഡ് കോഴ്സസ് ഒക്കെ അവർ എന്ത് ചെയ്യേണ്ടി വരും, അവർ ചെയ്യേണ്ടി വരും. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ ഫസ്റ്റ് തന്നെ അതിൽ സ്പെഷ്യലൈസ് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നേരെ ജോബ് കിട്ടാനുള്ള ആ ഗ്രോത്ത് പാത്ത് നമ്മളൊന്ന് ഫസ്റ്റ് കയറുക എന്നുള്ളതായിരിക്കും ബുദ്ധിമുട്ട്. പിന്നെ കയറി കഴിഞ്ഞാൽ പിന്നെ എന്റെ പല ഫ്രണ്ട്സും ഉണ്ട്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ NIT തന്നെ മെക്കാനിക്കൽ കഴിഞ്ഞ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ടിനോട് ഇപ്പൊ അവനൊരു ലീവിന് വന്നപ്പോൾ സംസാരിച്ചു, അവൻ പറഞ്ഞു ഫസ്റ്റ് കയറുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. ഇപ്പൊ ഞാൻ ഒരുപാട് ഒരു റിയൽ എസ്റ്റേറ്റ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് കമ്പനീസിന്റെ കൺസ്ട്രക്ഷൻ സൈറ്റ്സ്
ഓവർസീ ചെയ്യുന്നത്, റൈറ്റ്? അതിലുള്ള മെക്കാനിക്കൽ വർക്ക്സ് ഒക്കെ ഓവർസീ ചെയ്യുന്നത് ഞാനാണ്. കയറി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതെ അതെ, അതിൽ ഈ പ്രൊജക്ട് പറഞ്ഞല്ലോ, PMP, പ്രൊജക്ട് മാനേജ്മെന്റ് പ്രൊഫഷൻ, അത് ആക്ച്വലി ഇതുപോലെ PMP സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ആ സർട്ടിഫിക്കേഷൻസ് കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രൊജക്ട് മാനേജ്മെന്റിന്റെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഇതിലേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ EPC, എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ, അതായത് മൊത്തത്തിൽ ഒരു പവർ പ്ലാന്റ് മൊത്തത്തിൽ എന്ത് ചെയ്യും, അത് ഡിസൈൻ ചെയ്ത് എഞ്ചിനീയർ ചെയ്ത് അതിന്റെ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് അപ്ലയൻസസ് കൊണ്ടുവന്നു അത് കൺസ്ട്രക്ട് ചെയ്യുന്ന EPC കമ്പനികൾ ഉണ്ടായിരിക്കും. അവിടെയൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് എന്തുണ്ട് യഥാർത്ഥത്തിൽ. അപ്പം അതിനൊക്കെ വേണ്ട ചിലപ്പോൾ PMP എന്ന് പറഞ്ഞ കോഴ്സസ് ഒക്കെ ഉണ്ട്. അതുപോലെ സേഫ്റ്റി ഫീൽഡിലേക്ക് അവർ പോവാം, സേഫ്റ്റി എഞ്ചിനീയേഴ്സ് ആയിട്ട്, സേഫ്റ്റി ഓഫീസർ, അതിന് ചില ഇന്റർനാഷണൽ ലെവൽ സർട്ടിഫിക്കേഷൻ ഉണ്ട്. നെബോഷ്, IOSH എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തുണ്ട്, നാഷണൽ എക്സാമിനേഷൻ ബോർഡ് ഫോർ ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അപ്പൊ അങ്ങനെ ചില സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞിട്ട് ആളുകൾ എന്ത് ചെയ്യും, സേഫ്റ്റി ഓഫീസേഴ്സ് ആയിട്ടൊക്കെ എന്ത് ചെയ്യും, അങ്ങനെയും പോകുന്നുണ്ട്. അങ്ങനെ ഒരു വളരെ ഡൈവേഴ്സി, നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മേഖലകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക്. പിന്നെ ഓയിൽ ആൻഡ് ഗ്യാസ്, അത് വളരെ അത് നമ്മൾ PSUലെ ഓയിൽ ആൻഡ് ഗ്യാസ് ആണ് സംസാരിച്ചത്, ONGC പോലെ. പക്ഷേ മിഡിൽ ഈസ്റ്റിലുള്ള ഓയിൽ ആൻഡ് ഗ്യാസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, സം കോഴ്സസ് ഒക്കെ ചെയ്ത് 2 days 3 days ഒക്കെ സം കോഴ്സസ് ഒക്കെ ചെയ്ത്. പക്ഷെ ഒരു ഫസ്റ്റ് എൻട്രി എന്താണ് ഒരു ഡിഫിക്കൽട്ട് ആണ്. പലപ്പോഴും റെഫറൻസിലൂടെ ഒക്കെ എന്തായിരിക്കും ഫസ്റ്റ് എൻട്രി ഉണ്ടായിരിക്കും. പക്ഷെ ഒരു ഫസ്റ്റ് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഓയിൽ ആൻഡ് ഗ്യാസിൽ അവർക്ക് ഉയർന്നു പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫീൽഡാണ് മിഡിൽ ഈസ്റ്റ് ഓയിൽ ആൻഡ് ഗ്യാസ്. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു ജോബിലോട്ടുള്ള ഒരു പ്ലേ ബുക്ക് എന്നുള്ളത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന്, നമ്മൾ ഈ സബ്ജക്റ്റിനോട് താല്പര്യം ഉണ്ടായിട്ട് ഇത് എടുക്കുക. 2, നന്നായിട്ട് ആ 3rd to 6th സെമസ്റ്റർ നമ്മൾ നന്നായിട്ട് പഠിക്കുക. 3, നമ്മൾ കുറച്ച് ആളുകളായിട്ടൊക്കെ ഒരു കണക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുക. 4, ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അറിഞ്ഞിരിക്കുക. അതിൽ മേ ബി 2 or 3 നമ്മുടെ ഒരു ബിടെക് കാലത്തിന് നമ്മൾ പേഴ്സ്യൂ ചെയ്ത് നമുക്കുള്ള വാതിലുകൾ നമ്മൾ തുറന്നു വെക്കുക. ഇതൊരാൾ ഇന്റലിജന്റ്ലി ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അയാൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ കാര്യം. അതായത് മെക്കാനിക്കലിന് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മൾ ആ സ്കോപ്പ് ഉണ്ടാക്കാനുള്ള പണികൾ നമ്മൾ ആ ബിടെക് കാലഘട്ടത്തിൽ എടുക്കുക എന്നുള്ളതാണ്, അല്ലെ? നമ്മൾ മൊത്തം ഈ ഒരു ഡിസ്കഷൻ നമ്മൾ നെറ്റ്ഷെല്ലിൽ വെക്കുകയാണെങ്കിൽ ഇതാണ് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം. ഈ എന്റെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഈ മെക്കാനിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഏരിയാസ്, നമ്മൾ കീം അടക്കമുള്ള ഏരിയകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ഇതൊക്കെ നമുക്ക് CET അടക്കമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിലോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള ഫവാസിന്റെ ഒപ്പീനിയൻ എന്താണ്? എപ്പോഴും നമുക്ക് ഇപ്പം ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോർ ബ്രാഞ്ചസിനായിരിക്കും എന്ത് ചെയ്യുക, ഓപ്പണിംഗ് ഉണ്ടാവുക. അതായത് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ നമ്മുടെ PSUലായാലും കേരള സ്റ്റേറ്റ് PSC ആയാലും അല്ലാതെ പൊതുവെയുള്ള എല്ലാത്തിലും എന്ത് ചെയ്യുക, ഒരു ജനറൽ ആയിരിക്കും ഈ കോർ ബ്രാഞ്ചസ് ആയിരിക്കും എന്ത് ചെയ്യുക, പിന്നെ ഓപ്പണിങ്സ് ഉണ്ടാവും. അപ്പൊ എപ്പോഴും നമ്മൾ ബിടെക് ചെയ്യുന്നത് ഈ ഒരു കോർ ബ്രാഞ്ചിലായി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് വൈഡർ ഏരിയകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. അപ്പൊ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ചിലേക്ക് ബിടെക്കിൽ തന്നെ പോകുമ്പോൾ പിന്നെ അപ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു നല്ലൊരു ക്യാമ്പസിൽ അവര് ഒരു അലൈഡ് ബ്രാഞ്ച് എടുത്ത് അവിടുന്ന് ഒരു പ്ലേസ്മെന്റ് കിട്ടുന്ന രൂപത്തിലാണെങ്കിൽ അത് ആർട്ടിസ്റ്റ് ഓക്കെ. ഞാനൊരു ക്വസ്റ്റ്യൻ കൂടി സ്പെസിഫിക് ആയി ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, CET ഒരാൾക്ക് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് കിട്ടും. നേരെ മറിച്ച് അയാൾക്ക് മെക്കാനിക്കൽ എടുക്കണം എന്നുണ്ടെങ്കിൽ മേ ബി ഒരു പ്രൈവറ്റ് കോളേജ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു 2nd tier ഗവൺമെന്റ് കോളേജിൽ പോകണം എന്നുണ്ടെങ്കിൽ ഏത് അയാൾ ചൂസ് ചെയ്യണം? അയാൾക്ക് ഈ CETയിൽ ബിടെക് ഇൻഡസ്ട്രിയൽ എടുക്കാം. പക്ഷെ അയാൾ അവിടുത്തെ ബിടെക് ഇൻഡസ്ട്രിയലിലെ കുട്ടികളില് ഏറ്റവും നല്ല ഒരു 1/3 എന്ത് ചെയ്യണം, അയാൾ വരണം. അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന ഒരാളാവണം. ആലോചിക്കണം. അതുണ്ടെങ്കിൽ 1/3 വരുന്ന എനിക്ക് തോന്നുന്നു. അതെ. എന്നിട്ട് അവിടുത്തെ പ്ലേസ്മെന്റ്സിനും കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം, അവൻ 4 വർഷം അവിടെ നിന്ന് കോഴ്സ് കഴിഞ്ഞ് ബിടെക് ഡിഗ്രി മാത്രമായിട്ടാണ് പുറത്തിറങ്ങുമ്പോൾ കുറെ പ്രതിസന്ധികൾ എന്ത് ചെയ്യും, വരും. കാരണം അപ്പോൾ അവന് ചിലപ്പോൾ തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബിടെക് ജനറൽ സ്ഥലത്തെ ബിടെക് മെക്കാനിക്കൽ ആയിരുന്നു എനിക്ക്, അവിടുന്ന് വെറും കൈയോടെയാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ എന്ത് ചെയ്യും, നമ്മൾ അലൈഡ് ബ്രാഞ്ചുകളിലേക്ക് പോകുന്നവർക്ക് എന്ത് ചെയ്യും, അത് വരും. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ NIT കാലിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിനാണ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം നടത്തുന്നത്. അപ്പൊ അത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ നടത്തുന്ന പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എന്തായിരിക്കും, നല്ലതാണ് യഥാർത്ഥത്തിൽ. കാരണം സെയിം ഫാക്കൽറ്റി ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്തുണ്ട്, അവർക്ക് നല്ല എക്സ്പോഷർ കിട്ടും. ഇപ്പം നമ്മുടെ ഈ JEE കുറച്ച് ലോവർ റാങ്കിലൊക്കെ കിട്ടിക്കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റും, NIT കാലിക്കറ്റിലൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എടുക്കാൻ പറ്റും. അതൊരു ഒരു റെക്കമെൻഡ് ചെയ്യാവുന്ന എന്താണ്, ഒരു നല്ലൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ പഠിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് സ്കോപ്പ് ഇല്ല എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സും നമുക്കിപ്പോൾ വേണ്ട. നേരെ മറിച്ച് നമുക്ക് ഈ സബ്ജക്റ്റിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാം. ഒരു ഓവർ ആയിട്ടുള്ളൊരു ഹൈപ്പ് ഇതിനില്ല, അതൊരു ഫാക്റ്റ് ആണ്. എന്നാൽ നമ്മുടെ ലോകം മുഴുവൻ എന്താണ്, ഈ മെഷീൻസ് കൊണ്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെ ഒരു സ്റ്റഡി സപ്ലൈ ഓഫ് എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട്.
പക്ഷെ ആ സ്റ്റഡി സപ്ലൈയിൽ നമ്മൾ പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഒരു പ്ലേ ബുക്ക്, അതിന്റെ ഒരു ഡിസ്കഷനാണ് നടത്തിയത്. എനിക്ക് തോന്നുന്നത് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് പോകാൻ ആഗ്രഹിക്കുന്ന, ഈവൻ മെക്കാനിക്കൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് യൂസ്ഫുൾ ആവും എന്നാണ് കരുതുന്നത്. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഡിസ്കഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇതിൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഇതിൽ നിന്ന് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടും. സോ താങ്ക്സ് ഡോക്ടർ ഫവാസ് ഫോർ കമ്മിങ് അഗെയിൻ. നമുക്ക് ഇനിയും ഒരുപാട് ഡിസ്കഷൻസ് ഡോക്ടർ ഫവാസിന്റെ നമുക്ക് വേറെയും കാര്യങ്ങൾ തീർച്ചയായിട്ടും കിട്ടേണ്ടതുണ്ട്. ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ ലോകം മുഴുവൻ എന്ന് പറഞ്ഞല്ലോ, ലോകം മുഴുവൻ മാത്രമല്ല, നിനക്ക് ബഹിരാകാശം കൂടി എന്തുണ്ട്, ലോകം മുഴുവനല്ല, എന്തുണ്ട് ബഹിരാകാശ. ഇപ്പൊ നമ്മുടെ ആ ഒരു രംഗത്ത് എന്തുണ്ട് വളരെയധികം ക്രയോജനിക്സ്, അതുപോലെ തന്നെ സ്പേസ്, അതിലൊക്കെ എന്തുണ്ട് സ്പേസ് വെഹിക്കിൾസ്, അതിലൊക്കെ എന്തുണ്ട് യഥാർത്ഥത്തിൽ നല്ല ഒരുപാട് ISRO പോലുള്ള സ്ഥലങ്ങളിൽ യഥാർത്ഥത്തിൽ ഒരുപാട് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഭൂമിക്കല്ല, ഭൂമിക്ക് ബിയോണ്ട് നമ്മളിപ്പോ ഒരു ബോയിങ് എടുത്താൽ അല്ലെ, അല്ലെങ്കിൽ അതിനും ബിയോണ്ട് നമ്മൾ ഒരു സ്പേസ് ക്രാഫ്റ്റ് നമ്മൾ എടുത്താൽ വരെ those are designed by mechanical engineers. So signing off this with this comment. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. താങ്ക് യു.